Good evening, all. Good evening, all. Voice audible ആണോ? ആരെങ്കിലും വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഇപ്പം എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ശരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് എൻവയോൺമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, ബേസിക് എക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ പ്ലസ് ടു ബയോളജിയുടെ പുസ്തകങ്ങൾ ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ബേസിക് ആയിട്ട് സ്പീഷീസ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗാനിസംസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ഉണ്ട്. സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ട് വന്നതിന് ശേഷം ഒരു നെക്സ്റ്റ് സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ ഇന്ന് ആ ലെജിസ്ലേഷൻസിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോവാം. കാര്യം പക്ഷെ നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് കാണും അല്ലെങ്കിൽ വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ബേസിക് എക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക് എക്കോളജിയിൽ നമ്മൾ ഒരുപാട് ഡെപ്തിലേക്ക് പോകണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മതി. ഇത്രയും കാര്യങ്ങൾ ഡിഫറെന്റ് ഓർഗാനിസംസ് അതിന്റെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ആൻ എക്കോളജി, എക്കോസിസ്റ്റം എന്താണ്, മേജർ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് അബയോട്ടിക് ഫാക്ടേഴ്സിനനുസരിച്ച് ഓർഗാനിസംസ് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, എന്താണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, ബയോംസ്, ഡിഫറെന്റ് ട്രോഫിക് ലെവൽ ഇന്ററാക്ഷൻസ്, എക്കോളജിക്കൽ പിരമിഡ് എന്താണ്, ബയോ അക്യുമുലേഷൻ, ബയോ മാഗ്നിഫിക്കേഷൻ, എന്താണ് എക്കോളജിക്കൽ സക്സഷൻ, എന്താണ് യൂട്രോഫിക്കേഷൻ, എന്താണ് ന്യൂട്രിയൻ സൈക്ലിംഗ്, അതിന്റെ അകത്ത് നൈട്രജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, സൾഫർ സൈക്കിൾ. പിന്നെ എന്താണ് ബേസിക് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് എക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്താം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് പഠിക്കുന്നു. ഇതിന്റെ അകത്ത് ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ഐഡിയ മതി. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ സെഷൻ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് എക്കോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് എക്കോളജി? ഇപ്പൊ എക്കോളജി എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഓർഗാനിസംസും അവ എങ്ങനെ അവയുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് അവരെങ്ങനെ കാത്തു സൂക്ഷിക്കും, ഈ കാര്യമാണ് ബേസിക് ആയിട്ട് നമ്മൾ എക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് എക്കോളജി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഗ്രി ലെവൽ സബ്ജക്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഡെപ്തിലേക്ക് പോകണമെന്നില്ല. അപ്പൊ ബേസിക് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എക്കോളജിക്ക്, ബേസിക് എക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതില് ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ എന്ന് വിലയിരുത്തപ്പെടുന്നത് രാംതിയോ മിശ്രയാണ്. രാംതിയോ മിശ്ര ഇദ്ദേഹമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി ഒക്കെ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കൊണ്ടുവരുന്നു. പിന്നെ ഇത്തരത്തിൽ എക്കോളജി എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രിയൻ സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇദ്ദേഹത്തിന്റെ റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ MOEFCC അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന മിനിസ്ട്രിയിലേക്ക് ഒരു പ്രാരംഭഘട്ടം അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ എന്ന രീതിയിലാണ് 1972. അപ്പൊ രാംതിയോ മിശ്രയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് പിന്നീട് ഇന്ന് കൺസേൺ മിനിസ്ട്രി ആയിട്ട് പരിണാമം വരികയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ ഒരു മേഖലയിൽ, പരിസ്ഥിതിയുടെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വഹിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രാംതിയോ മിശ്ര. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അകത്താണെങ്കിലും പ്രധാനപ്പെട്ട ഇന്ത്യൻ സയന്റിസ്റ്റുകളും അവർ ഓരോരോ ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകൾക്ക് നൽകിയ സംഭാവനകളെ പറ്റിയൊക്കെ നമുക്ക് ചോദ്യം വരാം.
അപ്പൊ അത്തരത്തിൽ ഈ ഒരു മേഖലയിൽ എൻവയോൺമെന്റ് എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സവിശേഷമായ റിസർച്ചുകളും കാര്യങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ് പ്രൊഫസർ രാംദിയോ മിശ്ര എന്ന് പറയുന്നത്. ശരി, ഇനി IUCN കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അവരുടെ കണക്കനുസരിച്ച് ഏകദേശം 1.5 മില്യൺ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഭൂമിയിലുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അപ്പൊ അതിൽ തന്നെ 70% കൂടുതലും എന്താണ് ആനിമൽ സ്പീഷീസ് ആണ്. ആനിമൽസിൽ തന്നെ 70% കൂടുതൽ വരുന്നത് ഇൻസെക്ട് സ്പീഷീസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ബേസിക് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പക്ഷെ പലരും ബയോളജി പഠിച്ചവരായിരിക്കാം, ബയോളജി +1 +2 സ്കൂൾ തലത്തിൽ പഠിച്ചവർക്ക് ഈ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബേസിക് ആയിട്ട് ഓർഗാനിസത്തെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പലപ്പോഴും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ഓർഗാനിസംസും അവയുടെ പേരൊക്കെ തരുമ്പോൾ നമുക്ക് എന്താണ് കൺഫ്യൂഷൻസ് വരാം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സ്ട്രാ നമ്മൾ ഈ ഓർഗാനിസത്തെയൊക്കെ പറ്റി മനസ്സിലാക്കുന്നത് അത്രത്തോളം നല്ലതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചെറിയ ചെറിയ സ്പീഷീസുകളെയൊക്കെ പറ്റി ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ സ്പീഷീസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ചോദ്യം തെറ്റിപ്പോകാൻ സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ബേസിക് ആയിട്ട് എക്കോളജിയുടെ നിങ്ങൾ ഓൾറെഡി സ്കൂൾ തലത്തിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പീഷീസുകളെ നമുക്ക് വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്ലാന്റ്സ് ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആനിമൽസിനെ വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റും പിന്നെ അല്ലാതെ പ്ലാന്റ്സും. ഇതിൽ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബോൺ ഉള്ള സ്പീഷീസുകളാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ഫിഷസ്, മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്. ഇൻവെർട്ടിബ്രേറ്റിനകത്ത് വരുന്നതാണ് ക്രസ്റ്റേഷ്യൻസ്, മൊലസ്കസ്, ഇൻസെക്ട്സ് തുടങ്ങിയ സ്പീഷീസ്. പ്ലാന്റ്സിന് നമുക്ക് വരുന്നത് ഫഞ്ചൈ, ആൽഗെ, അവ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മൾ ലൈക്കൺസ് എന്ന് പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ എൻജിയോസ്പേംസ്, പിന്നെ ഫേൺസ് ആൻഡ് അലൈസ്, പിന്നെ മോസസ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ആനിമൽ പ്ലാന്റ് കിങ്ഡത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, ഇൻവെർട്ടിബ്രേറ്റ്സും വെർട്ടിബ്രേറ്റ്സും. അപ്പൊ വെർട്ടിബ്രേറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാവുന്നത് പോരിഫെറ, പ്ലാറ്റിഹെൽമിന്തസ്, അനലിഡ, എക്കിനോഡെർമാറ്റ, നിഡേറിയ, ആർത്രോപോഡ, മൊളസ്ക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഇൻവെർട്ടിബ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ തന്നെ ആർത്രോപോഡയെ നമുക്ക് അർക്നിഡ, ക്രസ്റ്റേഷ്യൻസ്, ഇൻസെക്ട, മെരിയാപോഡ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് വെർട്ടിബ്രേറ്റ്സ് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. ആംഫിബിയൻസും ബേർഡ്സും റെപ്റ്റൈൽസും ഫിഷസും മാമൽസും ഒക്കെ. അപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ ദോസ് സ്പീഷീസ് വിത്തൗട്ട് ബാക്ക് ബോൺ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പോരിഫെറ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈലം പോരിഫെറ. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിന്റെ ബോഡിയിൽ നിരവധി പോർട്സും ചാനൽസും ഉണ്ടാവും. അതിലൂടെ നമുക്ക് അക്വാട്ടിക് സ്പീഷീസ് ആണ് മേജർ ആയിട്ട്, മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള അക്വാട്ടിക് സ്പീഷീസ് ആണ്, സ്പോഞ്ച് ഒക്കെ പോലുള്ള സ്പീഷീസ്. അവയാണ് ഈ പോരിഫെറ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് ഫ്ലാറ്റ് വേംസിനെയൊക്കെ പോലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സർക്കുലേറ്ററി റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് വേംസിനെ പോലെ ഇത്തരത്തിൽ ഫ്ലാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള എഗെയിൻ സ്പീഷീസുകളെയാണ് നമ്മൾ അക്വാട്ടിക് സ്പീഷീസിനെയാണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്ത വരുന്നത് ഏതാണ്, ഇൻവെർട്ടിബ്രയിൽ വരുന്നത് അനലിഡയാണ്. അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് വേവിനെയും ലിങ്ക് വേവിനെയൊക്കെ പോലെ ഇത്തരത്തിൽ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ബോഡിയിലുള്ള ക്യാവിറ്റി ഉള്ള സെഗ്മെന്റഡ് ആയിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ അനലിഡ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സീ കുക്കുംബറിനെയൊക്കെ പോലെ ഉള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് അക്വാട്ടിക് മറൈൻ മാമൽസിനെയാണ് നമ്മൾ എക്കിനോഡെർമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളും കൂടെ ഓർത്ത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിഡേറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഡോസൈറ്റ്സ് ഉള്ള അക്വാട്ടിക് സ്പീഷീസുകളാണ്. അതായത് ഈ പ്രേ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പ്രത്യേക സെല്ലുകളൊക്കെ ഉള്ള സ്പീഷീസ് ആണ് നിഡേറിയ. അപ്പൊ അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് കോറൽസ്. കോറൽ റീഫുകളെ പറ്റി അല്ലെങ്കിൽ കോറൽ പോളിപ്സിനെ ഒക്കെ പറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇത്തരത്തിലുള്ള കോറൽസ് വരുന്ന അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളൊക്കെ വരുന്നത് നിഡേറിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. അത് കൂടാതെ സീ അനിമോൺസും ജെല്ലി ഫിഷും ഒക്കെ. മൊലസ്ക എന്ന് പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നെയിലൊക്കെ വരുന്ന കാറ്റഗറിയാണ്. ഇവർക്ക് തിക്കായിട്ടുള്ള ബോഡി വാൾ ഉണ്ടാവും. ഇപ്പൊ ബ്രീത്തിങ്ങിനും എക്സ്ക്രീഷനും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ആ ഒരു ക്യാവിറ്റി ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെ നമുക്കറിയാലേ സ്നെയിൽസിനെയൊക്കെ പറ്റി. അപ്പൊ ഈ സ്നെയിൽസിനെ പോലുള്ള സ്പീഷീസുകളെ ഇത്തരത്തിൽ തിക് ബോഡി വാൾ ഉള്ള സ്പീഷീസുകളെ ആണ് നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസിലാണ് മൊലസ്ക എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
പിന്നെ അർത്രോപോഡ്സ് ഏറ്റവും കൂടുതൽ ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ഇതിൽ വരുന്നതാണ് അരക്നിഡ, ക്രസ്റ്റേഷ്യൻ, ഇൻസെക്ട്സ് ആൻഡ് മരിയാപോഡ. ഇതിൽ അരക്നിഡ എന്ന് പറയുന്നത് സ്പൈഡറും ടിക്സും ഒക്കെ നമുക്ക് അരക്നിഡ കാറ്റഗറിയിൽ പറയാവുന്ന എക്സാമ്പിൾസ് ആണ്. ഹാർഡ് എക്സോസ്കെലറ്റൻ ഉള്ള ക്രാബ്സും വുഡ്ലൈസും ഒക്കെ ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പൊ ഇൻസെക്ട്സ് അതിൽ വരുന്നതാണ് നമുക്ക് ആൻസും ബീറ്റിൽസും ഒക്കെ. പിന്നെ നമ്മൾ മരിയാപോഡ, മില്ലിപേഡ് എന്നൊക്കെ പറയുന്ന തേളട്ടം എന്നൊക്കെ വിളിക്കുന്ന സ്പീഷീസുകൾ, ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസുകളാണ് മരിയാപോഡ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേംസ് ഒക്കെ എന്താണ് എന്നുള്ളത് ബേസിക്കലി നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ അകത്ത് ഏതൊക്കെ സ്പീഷീസുകൾ വരുന്നു എന്നുള്ളത്. സ്കൂളിൽ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിന്റെ ഇൻഡെപ്തിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. ബേസിക് ആയിട്ടൊന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു റിവിഷൻ പോലാണ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡിഫറെന്റ് എന്താണ് സ്പീഷീസിലെ, പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസിലെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും എടുത്ത് പ്രധാനമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കും. പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്. പിന്നെ ന്യൂക്ലിയസ് പ്ലാന്റ് സെല്ലിന്റെ സൈഡിലാണെങ്കിൽ ആനിമൽ സെല്ലിന്റെ ഏകദേശം സെന്ററിലായിരിക്കും. ഒറ്റ വാക്യൂളേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സെല്ല്. വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് പ്ലാന്റ് സെല്ലിന് ഒറ്റ വാക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ആനിമൽ സെല്ലിന് നിരവധി വാക്യൂൾസ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലാന്റ് സെൽസ് എന്താണ് ഫുഡ് ന്യൂട്രിയൻസ് സിന്തസിസ് നടത്തുന്നുണ്ട്. എന്നാൽ ആനിമൽ സെൽസ് ഇല്ല. ആനിമൽസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. പിന്നെ ഈ സെൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്സിയൽ ചാനലിനെയാണ്, കോആക്സിയൽ ചാനലിനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അതാണെങ്കിലും പ്ലാന്റ് സെൽസിനുണ്ട്, ആനിമൽ സെൽസിന് ഇല്ല. അപ്പൊ ഇത്തരത്തിൽ പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എക്കോളജിയിൽ വരുമ്പോഴത്തേന് ഓരോരോ സ്പീഷീസുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ എന്താണ് സ്പീഷീസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സ്പീഷീസുകൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഗാനിസംസ് എങ്ങനെ അവയുടെ എൻവയോൺമെന്റിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് ലെവൽസ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് തന്നെ ഇത് എവിഡന്റ് ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗാനിസം, ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ ഒരു ഒറ്റ ഓർഗാനിസത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഇൻഡിവിജ്വൽ എന്ന് വിളിക്കാം. അപ്പൊ ആ സ്പീഷീസിലെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ചേരുന്നതാണ് സ്വാഭാവികമായിട്ടും എന്ത്, ആ സ്പീഷീസിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡിഫറെന്റ് പോപ്പുലേഷൻസ് വരുമ്പോൾ, ഒരേ സ്പീഷീസ് അതിന്റെ ഒരു ഏരിയയിൽ ഒരുപാട് പോപ്പുലേഷൻസ് വരുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഓഫ് സ്പീഷീസ് എങ്ങനെ അവയുടെ എൻവയോൺമെന്റുമായിട്ട്, അല്ലെങ്കിൽ ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് പറയാം. അപ്പൊ ഇത്തരത്തിൽ അവയുടെ എൻവയോൺമെന്റുമായിട്ട് അവ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇടപഴകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണം അക്വാട്ടിക് എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി എക്കോസിസ്റ്റത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, കളക്ഷനെയാണ് നമ്മൾ ബയോം എന്ന് വിളിക്കുന്നത്. ഇനി ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ, അല്ലെ, ഭൂമിയുടെ എർത്ത് സർഫസിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റം, അത് എത്രത്തോളം ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോസ്ഫിയർ. ഇതാണ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ ഇൻ ആൻ എക്കോളജി. ഒരു എക്കോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം തൊട്ട് ബയോസ്ഫിയർ വരെ എങ്ങനെയാണ് ഈ ലെവൽസ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഓക്കെ, ഇതും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു ടേം, ഇത് നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു ടേം ആണ്. എന്താണ് എക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്? All biological, physical and chemical factors a species needed to survive and reproduce in an ecosystem. ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തില് ഒരു സ്പീഷീസിന് സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റിനെയാണ് നമ്മൾ ആ സ്പീഷീസിന്റെ നിഷ് എന്ന് പറയുന്നത്. റഷ്യൻ എക്കോളജിസ്റ്റ് ആയിരുന്ന ഗ്രിഗറി ഗോസ് ഒരു പ്രൊപ്പോസൽ നടത്തിയിട്ടുണ്ട്. അതിനെയാണ് ഗോസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകൾ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് എന്താണ് സെയിം നിഷ് പറ്റില്ല. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
ഇപ്പൊ ഉദാഹരണം അത് നമുക്ക് ക്ലിയർ ആക്കാം. നിഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന നമ്മൾ കുറെ ബേർഡ്സിനെ കാണും. അപ്പൊ ആ ബേർഡ്സിന് സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ബേസിക് ആയിട്ട് എന്താണ് ആ എക്കോസിസ്റ്റത്തിൽ ആവശ്യം? അത് ഒരു യെല്ലോ കളർ ബേർഡ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്, റെഡ് കളർ ബേർഡ് എന്ന് പറയുന്ന ഡിഫറെന്റ് സ്പീഷീസ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഓരോ സ്പീഷീസിനും അവർക്ക് സർവൈവ് ചെയ്യാൻ എക്കോസിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സർവൈവ് ചെയ്യാനും വേണ്ടുന്ന റിസോഴ്സസും അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ ഓരോ സ്പീഷീസിനും നിഷ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇനി അഥവാ നിഷ എപ്പോഴെങ്കിലും സെയിം ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതിൽ ആരാണോ ബെറ്റർ ആയിട്ടുള്ളത് അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ത്രൈവ് ചെയ്യും. മറ്റേ സ്പീഷീസ് ത്രൈവ് ചെയ്യാതെ പോകും. അതുകൊണ്ടാണ് ഒരേ സ്പീഷീസ് രണ്ട് നിഷയ്ക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ ആയിരിക്കും എന്ന് ഗ്രിഗറി ബോസ് പ്രൊപ്പോസ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോസ് കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എക്കോടോൺ എന്താണെന്നാണ്. എക്കോടോൺ ഇപ്പൊ രണ്ട് ഡിഫറെന്റ് എക്കോ സിസ്റ്റംസ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ഇപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് എക്കോ സിസ്റ്റത്തിന് ഇടയിലുള്ള ട്രാൻസിഷൻ ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോടോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എക്കോ സിസ്റ്റത്തിന്റെയും സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ ഈ ഒരു ട്രാൻസിഷൻ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മാൻഗ്രൂവ്സ്, നമ്മൾ ടെറസ്ട്രിയൽ അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഒരു എക്കോടോണിലായിട്ടാണ് മാൻഗ്രൂവ്സ് കാണുന്നത്. അപ്പൊ അവിടെ രണ്ട് എക്കോ സിസ്റ്റത്തിന്റെയും പ്രത്യേകതകൾ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസിഷൻ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കോടോൺ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്കോടോണിൽ കാണപ്പെടുന്ന സ്പീഷീസുകളെയാണ്, ട്രാൻസിഷൻ സോണിൽ കാണപ്പെടുന്ന സ്പീഷീസുകളെ നമ്മൾ എന്ത് വിളിക്കും? എഡ്ജ് സ്പീഷീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള എക്കോടോണിൽ അവിടെ താമസിക്കുന്ന സ്പീഷീസുകൾക്ക് മറ്റ് സ്പീഷീസുകളിൽ നിന്നുള്ള ഈ ഒരു വ്യത്യാസം, ഓക്കെ, രണ്ട് നമ്മുടെ ട്രാൻസിഷൻ ഏരിയ അല്ലെങ്കിൽ രണ്ട് എക്കോസിസ്റ്റത്തിൽ നിന്നും ഈ പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറൻസിന് നമ്മൾ എന്ത് വിളിക്കും? എഡ്ജ് എഫക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ ടേം ഒക്കെ എന്താണ്, എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുവാണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടത്. എന്താണ് എക്കോടോൺ, എന്താണ് എഡ്ജ് എഫക്റ്റ്, എന്താണ് എഡ്ജ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ തന്നെ നമുക്ക് ഇത് എന്താണ്? എവിഡന്റ് ആണ്. ഓക്കെ, അടുത്തത് ബയോട്ടിക് കമ്പോണൻസ് എന്താണ്, അബയോട്ടിക് കമ്പോണൻസ്. നമ്മൾ മുമ്പ് എക്കോസിസ്റ്റം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, സ്പീഷീസുകൾക്ക് എക്കോസിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ബയോട്ടിക് കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ലൈഫ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന, ലൈഫുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിൽ ഇപ്പൊ ഉദാഹരണം ഓട്ടോട്രോപ്സും ഹെട്രോട്രോപ്സും. ഓട്ടോട്രോപ്സ് എന്ന് വെച്ചാൽ സ്വയമേവ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്സ്. ഉദാഹരണം ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ, ബാക്ടീരിയ. ഹെട്രോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോ, മൈക്രോ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിൽ ഫീഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അത് തന്നെ സൈസ് അനുസരിച്ച് മൈക്രോ ട്രോപ്സും ഉണ്ട്, എന്താണ് മാക്രോ ഹെട്രോട്രോപ്സും. അപ്പൊ അതിൽ മൈക്രോ എന്ന് നമ്മൾ വിളിക്കുന്നത് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡീക്കേയിങ് ആയിട്ടുള്ള മൈക്രോ സ്പീഷീസ് ആണ്. എന്നാൽ മാക്രോ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത് ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പൊ ഇതിൽ ഹെർബിവോർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ പ്ലാന്റ്സിന് ഫീഡ് ചെയ്യുന്നു. കാർണിവോർ എന്ന് പറയുന്നത് മീറ്റും കാര്യങ്ങളും കഴിക്കുന്നു. ഒംനിവോർ ഇത് രണ്ടും ഭക്ഷിക്കും. അപ്പൊ ഇത്തരത്തിൽ ലീവിംഗ് ആയിട്ടുള്ള എന്തൊക്കെ കമ്പോണൻസ് ആണ് നമുക്കൊരു എക്കോസിസ്റ്റത്തിൽ കാണാൻ സാധിക്കും? അതിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് അഥവാ ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് അഥവാ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ജീവനല്ലാത്ത എന്തൊക്കെയാണ് വസ്തുതകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ. നിങ്ങൾക്കറിയാം ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സിനാണെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് വേണം? ടെമ്പറേച്ചർ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ടെമ്പറേച്ചർ നമുക്ക് ഒരു എബയോട്ടിക് ഫാക്ടർ ആയിട്ട് പറയാം.
വെള്ളം മനുഷ്യന്മാർക്കാണെങ്കിൽ ഏത് സ്പീഷീസിനാണ് സർവൈവ് ചെയ്യാൻ അല്ലെ ഹങ്കർ അകറ്റാൻ വെള്ളം വേണം. അതൊരു ഇമ്പോർട്ടന്റ് അബയോട്ടിക് ഫാക്ടർ ആണ്. ലൈറ്റ് അഗൈൻ ഫോട്ടോസിന്തസിസിനാണെങ്കിലും ഒക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നു. സോയിൽ, അപ്പൊ സോയിലാണ് ഈ പറയുന്ന എന്താണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒരു സ്ഥലത്ത് എന്ത് വെജിറ്റേഷൻ വേണമെന്നും വെജിറ്റേഷനിലാണല്ലോ ആനിമൽസ് പ്ലാന്റ്സും ഒക്കെ സ്ട്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നാലാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? സോയിലാണ്. അപ്പൊ ഈ 4 കമ്പോണന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ബയോട്ടിക് കമ്പോണന്റ്സ് എന്തൊക്കെയാണ്? അബയോട്ടിക് ആയിട്ടുള്ള കമ്പോണന്റ്സ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇതിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് എങ്ങനെ ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ. അതിന് പ്രധാനമായിട്ടും NCERT 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. റെഗുലേഷൻ, കൺഫേം, മൈഗ്രേഷൻ ആൻഡ് സസ്പെൻഷൻ. അപ്പൊ ഇതില് ചില ടെസ്റ്റുകളിൽ മൈഗ്രേഷനും സസ്പെൻഷനും കൺഫേമിന്റെ ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്താറുണ്ട്. എന്നിരുന്നാലും NCERT 4ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് 4ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട അബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള അബയോട്ടിക് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾക്കനുസരിച്ച് സ്പീഷീസുകൾ എങ്ങനെ അവര് അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വാം ബ്ലഡഡ് ആനിമൽസ്. വാം ബ്ലഡഡ് ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവർ ആഭ്യന്തരമായിട്ട് അഥവാ ഇന്റേണൽ ആയിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ഘടനയിൽ വ്യത്യാസം വരും. അതിനെയാണ് നമ്മൾ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം മനുഷ്യന്മാരുടെ കേസ് എടുക്കുക. ഓക്കെ, നമ്മൾ സമ്മറിൽ ചൂട് സമയത്ത് എന്ത് ചെയ്യും? എക്സസീവ് ആയിട്ട് സ്വെറ്റിങ് നമുക്ക് വിയർക്കാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഇവാപറേറ്റീവ് കൂളിംഗ് ആണ് അല്ലെ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്രിങ് ഡൗൺ ചെയ്യാൻ, പുറത്ത് ചൂട് ഇത്രയും ഹോസ്റ്റൈൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയതുകൊണ്ട് എക്സ്റ്റേണൽ സറൗണ്ടിങ്സിനനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡി സ്വയമേവ ചെയ്യുന്നതാണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം നേരെ ഓപ്പോസിറ്റ് എടുക്കുക. നമ്മൾ വളരെ തണുത്ത ഒരു പ്രദേശത്ത് ചെല്ലുകയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ഷിവർ ചെയ്യും. അപ്പൊ ഇത് ശരിക്കും ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ക്ലൈമറ്റിനെ കോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത്തരത്തിൽ എക്സ്റ്റേണലി നടക്കുന്ന ചേഞ്ചസിനനുസരിച്ച് ഇന്റേണൽ ആയിട്ട് ബോഡി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? റെഗുലേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഏതാണ് അബയോട്ടിക് ഫാക്ടർ? ഈ 2 എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് സ്പീഷീസുകൾ എങ്ങനെ അവയുടെ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. രണ്ടാമത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൺഫേം എന്ന് പറയുന്നത്. അതായത് അവ എന്ത് ചെയ്യും? അവരുടെ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിലെ ചേഞ്ച് അനുസരിച്ച് അവര് ബാഹ്യമായിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പൊ അതിന് ഉദാഹരണമാണ് നമുക്ക് എന്താണ് ആംഫിബിയൻസ് ആണെങ്കിലും റെപ്റ്റൈൽസ് ആണെങ്കിലും ഒക്കെ. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ കൺഫേമിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് എന്ത്? മൈഗ്രേഷനും സസ്പെൻഷനും. എന്താ ഞാൻ മുമ്പ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വരും. പ്രധാനപ്പെട്ട മൈഗ്രേറ്ററി സ്പീഷീസ് ഒക്കെ ആർട്ടിക്കിൽ നിന്നൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലൊക്കെ സ്പീഷീസുകൾ വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനുസരിച്ച് അവർ അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? കൺഫേം എന്ന് പറയാം. അല്ലെങ്കിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് അവർ ചിലപ്പോൾ അവരുടെ എൻറ്റയർ ആക്ടിവിറ്റി, ബോഡിലി ആക്ടിവിറ്റി എന്ത് ചെയ്യും? നിർത്തി വെക്കും. അപ്പൊ അങ്ങനെ എനർജി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കൺഫേമിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പോളാർ റീജിയൻസ് എടുത്തു കഴിഞ്ഞാൽ, തണുത്ത് ഉറഞ്ഞ് കിടക്കുന്ന പോളാർ റീജിയൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്മോൾ ആനിമൽസ് അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ ആനിമൽസ് പൊതുവെ നമുക്ക് വളരെ കുറവായിരിക്കും കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ സയൻസിൽ ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് ഹീറ്റ് ഗെയിനും സർഫസ് ഏരിയയുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയക്ക് സർഫസ് ഏരിയ ഡിപ്പെൻഡ് ആയിരിക്കും. സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ ഒരുപാട് ഹീറ്റ് ഗെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം നമ്മൾ ബേസിക് ആയിട്ട് ഫിസിക്സിൽ പഠിക്കാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു കാര്യം സ്മോൾ ആനിമൽസ് പോളാർ റീജിയനിൽ എന്തുകൊണ്ടാണ് കുറവ് കാണപ്പെടുന്നത്, അത് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അതായത് സ്വാഭാവികമായിട്ടും ഏതൊരു സ്പീഷീസിനും
ഏത് കാലാവസ്ഥയിലും സർവൈവ് ചെയ്യാൻ എന്ത് വേണം? അവർക്ക് ബോഡി മെറ്റബോളിസത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ ഹീറ്റ് ജനറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥ വരുമ്പം അവരെന്ത് ചെയ്യണം? ബോഡി ഹീറ്റ് അവർക്ക് ഈ ജനറേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതായത് മെറ്റബോളിസം എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും അവരെന്ത് ചെയ്യണം? ബോഡി ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹീറ്റ് ജനറേറ്റ് ചെയ്യണം, മെറ്റബോളിസം നടത്തണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഫുൾ ടൈം ഇത്തരത്തിൽ എനർജി യൂട്ടിലൈസേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ആ രീതിയിൽ ആലോചിച്ചിരുന്നാലും മതി. അവര് ക്ഷീണിച്ച് അവശരായി ഒടുവിൽ ലൈഫ് സ്പാൻ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. തിയററ്റിക്കലി പറയുമ്പോൾ ഈ സ്മോൾ ആനിമൽസിന് അവരുടെ ബോഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർഫസ് ഏരിയ എന്തായിരിക്കും? വലിയ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് ഹീറ്റ് എന്ത് ചെയ്യും? ലോസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ തിയററ്റിക്കലി പറയാം. പക്ഷെ അത് ഓർക്കാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിച്ചാലും മതി. കൂടുതൽ മെറ്റബോളിസം വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ്? എനർജി ലോസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ എക്സ്ട്രീം കോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ ചെറിയ ആനിമൽസിന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഒന്ന് ഓർത്തിരുന്നാൽ. അടുത്ത നമുക്ക് പറയാവുന്നത് സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് മൈഗ്രേഷനും സസ്പെൻഷനും എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം സസ്പെൻഷൻ ഉദാഹരണമാണ് ഹൈബർനേഷൻ ഒക്കെ. അതായത് വിന്റർ സമയത്ത് കരടി അല്ലെ ബിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവര് ദീർഘമായിട്ടുള്ള സമയത്തേക്ക് ഉറക്കത്തിലേക്കും ബോഡി ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കുറയ്ക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്നെയിൽസ് ചെയ്യുക. സമ്മറിൽ അവർ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ബിയർ വിന്റർ ചെയ്യുന്ന പോലെ തന്നെ സമ്മറിൽ സ്നെയിൽസ് ഇത്തരത്തിൽ ഒരു ഇനാക്ടിവിറ്റിയിലേക്ക് പോകുന്നതിനെ, ബോഡി ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് എബയോട്ടിക് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് എങ്ങനെ ഡിഫറെന്റ് ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസുകൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് അഡാപ്റ്റേഷൻ. ഈ ഇത്തരത്തിൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡെസേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡെസേർട്ടിൽ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക സ്പീഷീസ് ആണ് കങ്കാരു റാറ്റ്. നമുക്കറിയാം എന്താണ്? വെള്ളത്തിന്റെ ദൗർലഭ്യം വളരെ കൂടുതലാണ് അല്ലെ? വെള്ളം വളരെ കുറവാണ് ഡെസേർട്ടുകളിൽ. അപ്പൊ ഇത്തരത്തിലുള്ള സ്പീഷീസുകളൊക്കെ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? അപ്പൊ അതിന് അവർക്ക് ബോഡി മെക്കാനിസം ഉണ്ട് ഇത്തരത്തിലുള്ള ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ. ഉദാഹരണം, ഈ കങ്കാരു റാറ്റ് എന്ത് ചെയ്യും? അവരുടെ ബോഡിയിലെ ഫാറ്റ്, ഇന്റേണൽ ഫാറ്റ് അവർ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന വെള്ളം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് മെറ്റബോളിസത്തിന് ഉപയോഗിക്കും. ഇപ്പൊ അതുപോലെ തന്നെ നമ്മള് ഡെസേർട്ടിലൊക്കെ ഉള്ള പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ അവയുടെ ലീഫിന്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും. കാര്യം ഒരല്പം പോലും എന്ത് ചെയ്യാൻ പാടില്ല? ചൂട് കാരണം ഈ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസ് ഉണ്ടാകുന്നത് ഏറ്റവും മിനിമം ആക്കാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടി അവയുടെ വളരെ തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ആയിരിക്കും ഡെസേർട്ട് പ്ലാന്റ്സിന് ഉണ്ടാകുക. അപ്പൊ ഇങ്ങനത്തുള്ള ചേഞ്ചസ് ഒക്കെ സ്ട്രക്ചറൽ ലെവലിലും അല്ലെങ്കിൽ ബോഡിലി ചേഞ്ചസ് ഒക്കെ ഓരോരോ സ്പീഷീസ് കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം അലൻസ് റൂൾ ആണ്. അലൻസ് റൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹിമാലയൊക്കെ പോലെ ട്രെക്കിങ്ങിനൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താണ്? ബോഡിയിൽ ഓക്സിജന്റെ ലെവൽ കുറവാണല്ലോ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ. അപ്പൊ അതുകൊണ്ട് തന്നെ RBC കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. RBC ആണ് നമുക്കറിയാം ബോഡിയിൽ ത്രൂ ഔട്ട് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡിയിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി എന്ത് സംഭവിക്കും? RBCയുടെ പ്രൊഡക്ഷൻ ക്രമാതീതമായിട്ട് കൂടും. അപ്പൊ അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ എടുക്കുമ്പോൾ അവർക്ക് പ്ലെയിനിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ RBC പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അഡാപ്റ്റേഷന് ഉദാഹരണങ്ങൾ. ഇനി അടുത്തത് അലൻസ് റൂൾ. 1877 ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് ജോയൽ അസഫ് അലൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരേ സ്പീഷീസിനെ തന്നെ, ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയാം റാബിറ്റ്. ഇപ്പൊ റാബിറ്റ് ഒരേ സ്പീഷീസിനെ തന്നെ നമ്മൾ കോൾഡ് ക്ലൈമറ്റ് വാം ക്ലൈമറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരേ സ്പീഷീസ് തന്നെ ആണെങ്കിൽ പോലും അവയുടെ ശരീരാവസ്ഥയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ മുമ്പ് പറഞ്ഞതായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്.
അതായത് സ്വാഭാവികമായിട്ടും അവർ ബോഡിയുടെ പാർട്സ് ഒക്കെ ഏറ്റവും മിനിമം സൈസിലേക്ക് ഒതുക്കാൻ ശ്രമിക്കും. കൂടുതൽ സൈസ് ഉണ്ട്, കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും എന്താണ് ബോഡിയിൽ അവരുടെ പാർട്സിന്റെ സൈസ് എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും. അത് അവര് സർവൈവ് ചെയ്യുമ്പോൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് നാച്ചുറലി ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ജോസഫ് അലൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇയർ, ലിംബ്, അപ്പൻഡേജസ് ഒക്കെ നമ്മൾ ചില ആനിമൽസിന്റെ എടുക്കുകയാണെങ്കിൽ അവ കോൾഡ് കാലാവസ്ഥയിലും വാം ക്ലൈമറ്റിലും ഉള്ളവയാണ്. ഒരേ സ്പീഷീസ് ആണെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് ക്ലൈമറ്റിൽ കാണപ്പെടുന്ന സ്പീഷീസിന്റെ ഇത്തരത്തിൽ എന്താണ് ഇയറും അപ്പൻഡേജസും ഒക്കെ വാം ക്ലൈമറ്റിലുള്ളതിനെക്കാട്ടിലും ചെറുതായിരിക്കും. ബിക്കോസ് എന്താണ് അവർക്ക് ഹീറ്റ് ജനറേഷൻ ഏറ്റവും കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ നാൾ സർവൈവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് അലൻ റൂൾ പറയുന്നത്. ഈ ഫിഗർ ചെയ്യുന്നത് എവിഡന്റ് ആണ്. നമ്മൾ റാബിറ്റിന്റെ തന്നെ വാം ക്ലൈമറ്റും കോൾഡ് ക്ലൈമറ്റും എടുത്തു കഴിഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റിലുള്ള സ്പീഷീസിന് എന്തായിരിക്കും? ഈ അപ്പൻഡേജസും ലിംബ്സും ഒക്കെ കുറവായിരിക്കും സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, ഇതാണ് അലൻസ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണ്. എന്താണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ? ഡിഫറെന്റ് സ്പീഷീസുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവ പരസ്പരം എങ്ങനെ സഹകരിക്കുന്നു, സർവൈവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ രണ്ട് സ്പീഷീസുകൾ എടുക്കുകയാണ് നമ്മൾ, സ്പീഷീസ് എ, സ്പീഷീസ് ബി. ഇനി ഇവ രണ്ടുപേർക്കും പ്രയോജനം വരുന്ന രീതിയിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മ്യൂച്വലിസം എന്ന് വിളിക്കും. ഇപ്പൊ ഉദാഹരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കോറൽ റീഫ് എന്ന് പറയുന്നത്, പവിഴപ്പുറ്റുകൾ. അപ്പൊ ഇത് ബേസിക്കലി സൂസാന്തലെ എന്ന് പറയുന്ന ആൽഗി കോറൽ പോളിപ്സിന്റെയും എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ആണ്. ഇവിടെ കോറൽ പോളിപ്സ് എന്ത് ചെയ്യുന്നു? സൂസാന്തലെ ആൽഗയ്ക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. ഈ സൂസാന്തലെ ആൽഗ ഇൻ റിട്ടേൺ എന്ത് ചെയ്യും? കോറൽ പോളിപ്സിന് ഫുഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം ലൈക്കൺസ് ആണ്. ഫഞ്ചയും ഇത്തരത്തിൽ ആൽഗയുടെയും കൂടെ മ്യൂച്വൽ ആയിട്ടുള്ള അസോസിയേഷനാണ് നമ്മൾ ലൈക്കൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് രണ്ട് സ്പീഷീസും പരസ്പരം സഹകരിക്കുന്നു, ഒരേപോലെ ബെനിഫിറ്റ് വരുന്നു അവർക്ക് ഇന്ററാക്ട് ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കോമ്പറ്റീഷൻ. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ രണ്ട് സ്പീഷീസുകൾ സർവൈവലിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടപിടിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയാം. ഉദാഹരണം ചീറ്റയും ലയൺ. ഇപ്പൊ നമ്മൾ ചീറ്റയൊക്കെ ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരേ ഒരു എക്കോസിസ്റ്റത്തിൽ, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ചീറ്റ വരുന്നു, അവിടെ തന്നെ ലയൺ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും പ്രേ ബേസിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഫുഡിന് വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാം. അത് വേണേ രണ്ടുപേരുടെയും ചിലപ്പോൾ സ്പീഷീസിനെ അഫക്ട് ചെയ്യാം, പോപ്പുലേഷനെ അഫക്ട് ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ രണ്ടുപേരെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ പരസ്പരം മത്സരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ കോമ്പറ്റീഷൻ എന്ന് വിളിക്കും. അപ്പൊ ഈ മ്യൂച്വലിസം കോമ്പറ്റീഷന് നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. ഇനി അടുത്തത് പ്രഡേഷനും പാരസൈറ്റിസവും. ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. കാര്യം ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, മറ്റൊരു സ്പീഷീസിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. അതാണ് പ്രഡേഷനും പാരസൈറ്റിസും. പിന്നെ ഇവിടെ ആകെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡേഷന്റെ കേസിൽ, ഇപ്പൊ ഡോൾഫിനും ഫിഷും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രഡേഷന്റെ കേസിൽ ഹയർ ട്രോഫിക് ലെവലുള്ള ഒരു സ്പീഷീസ്, അല്ലെങ്കിൽ ഡോൾഫിൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒറ്റയടിക്ക് തന്നെ ഫിഷിനെ കൊന്നതിന് ശേഷമാണ് ഭക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി അതിന്റെ പ്രേയെ എന്ത് ചെയ്യുന്നുണ്ട്? വകവരുത്തുന്നുണ്ട്. എന്നാൽ പാരസൈറ്റിസം, ഇപ്പൊ ഉദാഹരണം പേനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നമുക്ക് എന്താണ്, അത് എവിടാണോ ഹോസ്റ്റ് ആയിട്ട് കഴിയുന്നത് അവർക്ക് അത് അഡ്വേഴ്സ് ഇമ്പാക്ട് ഉണ്ടാവും. എന്നാൽ ഈ പറയുന്ന പേനാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരു ബെനിഫിറ്റ് ആണ്. ഒരാൾ പോസിറ്റീവായിട്ടും ഒരാൾ നെഗറ്റീവായിട്ടും വരുന്നു, അവിടെ ആരും കൊല്ലപ്പെടുന്നു, അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള പ്രശ്നമില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാസൈറ്റിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമൻസലിസം എന്താണ്? അമെൻസലിസം എന്താണ്? ഇതിൽ കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്പീഷീസ് എടുക്കുന്നു, സ്പീഷീസ് എയും സ്പീഷീസ് ബിയും എടുക്കുന്നു. ഇതിൽ ഒരു സ്പീഷീസിന് ഇവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നു, മറ്റൊരു സ്പീഷീസിനെ അത് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല? ഇമ്പാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമൻസലിസം എന്ന് പറയുന്നത്.
ഇപ്പൊ ഉദാഹരണം ബീറ്റിലും കൗഡങ്ങും. കൗഡങ്ങിലാണ് എന്ത് സർവൈവ് ചെയ്യുന്നത്? ബീറ്റില് സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബീറ്റിലിന് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, എന്നാൽ കൗഡങ് ഒരു രീതിയിൽ ഇമ്പാക്ട് ആവുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? കമൻസലിസം എന്ന് പറയാം. എന്നാൽ അമൻസലിസം ഉണ്ട്. എന്താണ് അമൻസലിസം? രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സ്പീഷീസ് നെഗറ്റീവ്ലി അഫക്റ്റഡ് ആവുന്നു, മറ്റൊരു സ്പീഷീസിനെ അത് അഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? അമൻസലിസം എന്ന് പറയാം. ഉദാഹരണം, രണ്ട് മരങ്ങൾ അടുത്ത് നിൽക്കുകയാണ്. ഒരു വലിയ മരവും ഒരു ചെറിയ മരവും. അപ്പൊ ഇതില് വലിയ മരം ഈ ചെറിയ മരത്തിനാണെങ്കിലും വെയില് കൊള്ളുന്ന അല്ലെങ്കിൽ വെയില് കിട്ടുന്ന ഒരു പാതയിലാണ് വലിയ മരം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയ മരത്തിന്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യാം, അല്ലെ? അപ്പം ഒരു ചെറിയ മരത്തിന്റെ അടുത്ത് വലിയ മരം നിൽക്കുന്നുണ്ട്, ചെറിയ മരത്തിന്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരാൾക്ക് എന്താണ് ആ ചെറിയ മരത്തിന് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും, എന്നാൽ വലിയ മരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻ നമുക്ക് എന്ത് പറയാം? അമൻസലിസം എന്ന് പറയാം. രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നു, ഒരാൾക്ക് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അരുൺ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ഡിഫറെന്റ് ബയോംസ്. അപ്പം നമ്മൾ എന്താണ് ബയോം എന്ന് പറഞ്ഞ് ഡിഫറെന്റ് എക്കോസിസ്റ്റം ചേർന്നാണ് ബയോം വരുന്നത്. അപ്പൊ ഇതാണെങ്കിലും നമ്മൾ ജോഗ്രഫി, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് എൻവയോൺമെന്റ് പഠിക്കാനുള്ളത് മറ്റ് സബ്ജക്റ്റുമായിട്ട് ഓവർലാപ്പിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ബയോംസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ, തുന്തര എന്താണ്, ടൈഗ എന്താണ്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് എന്താണ്, സാവന്ന എന്താണ്, റെയിൻ ഫോറസ്റ്റ് എന്താണ്, അതിനെപ്പറ്റി കാര്യം ഓരോ വെജിറ്റേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും സ്പീഷീസുകൾ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബയോംസിനെ പറ്റി നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓവർലാപ്പ് വരണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഇപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് ട്രോഫിക് ലെവൽ ഇന്ററാക്ഷൻ. അപ്പൊ എന്താണ് ട്രോഫിക് ലെവൽ? ഈ ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ്, ഇപ്പൊ ഉദാഹരണം ഫുഡ് ചെയിനും ഫുഡ് വെബും. എന്താണ് ഫുഡ് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസുകൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു ലീനിയർ ഫ്ലോയിൽ അവരുടെ എനർജി ചേഞ്ച് നടക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പുൽച്ചാടി, പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടി തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു എനർജി ലെവലിലെ ട്രാൻസാക്ഷൻ നടക്കും. അപ്പൊ ഇത്തരത്തിൽ ലീനിയർ ആയിട്ടാണ് ഫ്ലോ ഓഫ് എനർജി നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്നും, ഡിഫറെന്റ് ഫുഡ് ചെയിനുകൾ ചേർന്ന് വരുന്നതിന് നമ്മൾ എന്ത് പറയും? ഫുഡ് വെബ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇതില് ഈ ഓരോ സ്പീഷീസുകളെയും, അതായത് ഇപ്പൊ പുൽച്ചാടി, പുൽച്ചാടി തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, ഈ ഓരോ ലെവലിലും ഉള്ള സ്പീഷീസുകളിൽ എനർജി ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്, അല്ലെ? ആഹാരം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ ഈ എനർജി ലെവലിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഈ ലെവലിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രോഫിക് ലെവൽ എന്ന് വിളിക്കാം. ഒരു ഫുഡ് ചെയിനിൽ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഓക്കുപൈ ചെയ്യുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ ട്രോഫിക് ലെവൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ ഫുഡ് ചെയിനിലാണെങ്കിലും ഫുഡ് വെബിലാണെങ്കിലും ഇതിപ്പോ ഒരു ലോവൽ ട്രോഫിക് ലെവൽ, ഇതിനെ ഭക്ഷിക്കുന്ന ഈ സ്പീഷീസ് ആകുമ്പോൾ ഇത് ഹയർ ട്രോഫിക് ലെവലിലായിരിക്കും. ഇതിനെ ഭക്ഷിക്കുന്ന അടുത്ത സ്പീഷീസ് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഹയർ ട്രോഫിക് ലെവലിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ട്രോഫിക് ലെവൽ എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫുഡ് ചെയിൻ, എന്താണ് ഫുഡ് വെബ് എന്നുള്ളത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്, ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് എക്കോളജിക്കൽ പിരമിഡ് ആണ്. നമ്മൾ പിരമിഡ് അല്ലെ, ഈജിപ്തിലേക്കുള്ള പിരമിഡിനെ പറ്റി എന്തായാലും കേട്ടിട്ടുണ്ടാവും. എക്കോളജിക്കൽ പിരമിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഡിഫറെന്റ് ഓർഗാനിസംസ് എങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അത് പ്രധാനമായിട്ടും നമ്പേഴ്സിന്റെ ബേസിൽ, ബയോമാസിന്റെ ബേസിൽ, എനർജിയുടെ ബേസിൽ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കനുസരിച്ച് ഡിഫറെന്റ് സ്പീഷീസുകൾ എങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കും. ഓക്കെ, ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കോളജിക്കൽ പിരമിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പിരമിഡ് ആണ്.
ഓക്കെ, ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു പിരമിഡ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇറക്റ്റഡ് ആയിട്ടുള്ള പിരമിഡ് എന്ന് പറയും. എന്നാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡ്. ഇപ്പൊ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ നമ്പേഴ്സിന്റെ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇറക്റ്റഡ് ആയിട്ടുള്ള പിരമിഡും നമുക്ക് മൂന്നാമത്തത് പറയുന്നത് എന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡ്. അപ്പൊ നമ്മൾ അതിന്റെ ആ ഫിഗർ ഒന്ന് നോക്കി നമുക്ക് പ്രധാനമായിട്ട് ഈ ഫിഗർ കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഇറക്റ്റ് ആയിട്ടുള്ള പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് അതിന്റെ ആ ഒരു ചേഞ്ച് എന്താണ് പിക്ചറിൽ സംഭവിക്കുന്നത്? താഴെ ഇത്രയും വലിയൊരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ, ഇതിന്റെ ഒരു തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് അല്ലെങ്കിൽ ബയോമാസ് എന്ത് ഇൻഡിക്കേറ്റിംഗ് ആയിട്ടുള്ള മെഷർ ചെയ്യേണ്ട കാര്യമായിക്കോട്ടെ, ഈ ഒരു ഫിഗർ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ആ വസ്തുവിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇപ്പൊ നമ്പർ ആണെങ്കിൽ കുറയുന്നു. ഇറക്റ്റ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ ഇൻവേർട്ടഡ് എടുത്താൽ എന്താ സംഭവിക്കുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആ നമ്പേഴ്സിന്റെ ആണെങ്കിൽ നമ്പേഴ്സിന് എന്ത് സംഭവിക്കാം? കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫിഗറിലൂടെ ആ എന്ത് ക്വാണ്ടിറ്റി ആണോ നമുക്ക് രേഖപ്പെടുത്തേണ്ടത്, ആ ഫിഗറിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഡിഫറെന്റ് ഓർഗാനിസംസ് എങ്ങനെ ഡിഫറെന്റ് എക്കോസിസ്റ്റത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തത് നമ്മൾ നമ്പേഴ്സ് എടുക്കുക. ഇപ്പൊ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്തോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്പേഴ്സ് എടുക്കും. നമ്പേഴ്സിന് ഓരോ ട്രോഫിക് ലെവലിൽ പോകുന്തോറും ചെറിയ ട്രോഫിക് ലെവലിൽ നിന്നും ഫുഡ് ചെയിൻ ഒക്കെ എടുത്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. വലിയ വലിയ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഉദാഹരണം അക്വാട്ടിക് തന്നെ നമുക്ക് എടുക്കാം. ചെറിയ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് പോലെ ചെറിയ ചെറിയ സ്പീഷീസുകളുണ്ട് ജലത്തില്. അതിനെ ഭക്ഷിക്കുന്ന കുറച്ചും കൂടെ വലിയ ഫിഷസ് ഉണ്ടാവും, മീനുകൾ ഉണ്ടാവും. അതിനേക്കാട്ടിലും വലിയ മീനുകൾ ഈ ചെറിയ മീനുകളെ ഭക്ഷിക്കുന്നുണ്ടാവും. പിന്നെ ഈ മീനുകളൊക്കെ മൊത്തത്തിൽ കഴിക്കുന്ന വലിയ എന്താണ് ഫ്ലൈയിങ് ബേർഡ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ഈ ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ട്രോഫിക് ലെവലിൽ പോകുന്നതും അതിന്റെ നമ്പറിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. കാര്യം ഇതില് ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന ഫിഷസ് കഴിക്കുന്ന ഈ ചെറിയ സ്പീഷീസുകളുടെ നമ്പർ വളരെ കൂടുതലായിരിക്കും. അതിലും കുറവ് നമ്പർ ആയിരിക്കും അതിനെ ഭക്ഷിക്കുന്ന ഫിഷസ്. അതിലും കുറവ് നമ്പർ ആയിരിക്കും അതിനെ കഴിക്കുന്ന ഹയർ ട്രോഫിക് ലെവലിലുള്ള ഫിഷസ്. അതിലും കുറവ് നമ്പർ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഫിഷസിനെ കഴിക്കുന്ന ബേർഡ്സിന്, കൊക്കൊക്കെ പോലുള്ള ബേർഡ്സിന്. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് ഈ തരത്തിൽ പോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഓരോ ട്രോഫിക് ലെവലിൽ പോകുമ്പോൾ നമ്പർ കുറഞ്ഞു വരാം. അതേപോലെ തന്നെ നമ്പർ ചില എക്കോസിസ്റ്റത്തിൽ എന്ത് ചെയ്യാം? കൂടിയിട്ടും വരാം. അതിന് ഉദാഹരണമാണ് ഒരു പാരസൈറ്റിക് ഫുഡ് ചെയിൻ. ഇപ്പൊ ഒരു മരം എടുക്കുന്നു. ഒരു മരം എടുത്താൽ ആ മരത്തിൽ ഒരുപാട് പക്ഷികൾ താമസിക്കുന്നുണ്ടാവും. ഈ പക്ഷികൾ ഭക്ഷിക്കുന്നത് പ്രധാനമായിട്ടും ആ മരത്തിൽ തന്നെയുള്ള ഒരുപാട് ചെറിയ പാരസൈറ്റ്സിനെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്പറിൽ എന്തുണ്ടാകുന്നു? മരം ഒന്നേ ഉണ്ടാകുന്നുള്ളൂ, ഒരുപാട് പക്ഷികളുണ്ട്. അതിന്റെ എത്രയോ ഇരട്ടി അത് കഴിക്കുന്ന പാരസൈറ്റുകൾ. അപ്പൊ ഇവിടെ നമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരും. അപ്പൊ നമ്മൾ ഏത് എക്കോസിസ്റ്റം എടുത്താലും ഇത്തരത്തിൽ നമ്പേഴ്സ് നമുക്ക് കൂടി വരുന്നതായിട്ടും കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ അത്രയും അറിഞ്ഞിരുന്നതാണ്. ഇതേപോലെ തന്നെ ബയോമാസ്, മാസിന്റെ കേസിലും ഏതൊരു എക്കോസിസ്റ്റം എടുത്താലും നമുക്ക് ബയോമാസ് കൂടിയും കുറഞ്ഞും വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പം ഉദാഹരണം നമ്മൾ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എടുക്കും. അപ്പൊ അവിടെ ആദ്യം പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഹെർബിവോറസ്, അതിന് മുകളിലായിട്ട് കാർണിവോറസ്, ഹയർ കാർണിവോറസ്, ഇങ്ങനെ സ്പീഷീസുകൾ പോകുമ്പോൾ ഹെർബിവോറസിന്റെ ക്വാണ്ടിറ്റി ബയോമാസ് ആയിരിക്കും ഏറ്റവും വലുത്. അതിലും കുറവായിരിക്കും അതിനെ ഭക്ഷിക്കുന്ന എന്താണ് ഹെർബിവോറസ് സ്പീഷീസിന്റെ ബയോമാസ്. അതിനേക്കാട്ടിലും കുറവായിരിക്കും ഹയർ ട്രോഫിക് ലെവലിലുള്ള ഈ ഹെർബിവോറസിനെ കഴിക്കുന്ന സ്പീഷീസിന്റെ ബയോമാസ്. അതിലും കുറവായിരിക്കും എന്താണ് അതിനെ കഴിക്കുന്ന ഹയർ ട്രോഫിക്കിലുള്ള സ്പീഷീസിന്റെ ബയോമാസ്. അപ്പൊ ഇത്തരത്തില് ബയോമാസ് കുറഞ്ഞു വരാം. അതിന് ഉദാഹരണമാണ് ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം നമ്മൾ പറഞ്ഞ ഒരു ഫുഡ് ചെയിൻ. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാന്റ്സ് ഈ ഫിഷസുമായിട്ട് ബന്ധപ്പെട്ട് അതിനിടയിൽ എന്താണ് പ്രൊഡ്യൂസറും ഹെർബിവോറസും കാർണിവോറസും ഒക്കെ ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്. വളരെ ഇപ്പൊ ബ്ലൂ വെയിലൊക്കെ പോലെ വളരെ എന്താണ് വളരെ വലിയ ഫിഷസ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഓരോ ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷസിന്റെ ബയോ മാസിൽ എന്ത് സംഭവിക്കുന്നു? കൂടിക്കൂടി വരും. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡിഫറെന്റ് എക്കോസിസ്റ്റം എടുക്കുമ്പോൾ നമ്പേഴ്സ് ആണെങ്കിലും ബയോമാസ് ആണെങ്കിലും എന്ത് സംഭവിക്കാം? കൂടിയും വരാം, കുറഞ്ഞും വരാം. എന്നാൽ എനർജി വരുമ്പോഴത്തേന് എന്തേ വരത്തുള്ളൂ? എപ്പോഴും കുറഞ്ഞു മാത്രമേ വരത്തുള്ളൂ. അതാണ് നമ്മൾ പ്രധാനമായിട്ടും എക്കോളജിക്കൽ പിരമിഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിയേ,
ഈ പറയുന്ന ഇപ്പൊ ലൈറ്റ് വരുന്നു, ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നു, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നു, അതിന് മുകളിലായിട്ട് ടേഴ്സറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇപ്പൊ എനർജിയുടെ അളവ് എപ്പോഴും കുറഞ്ഞേ വരത്തുള്ളൂ, എനർജി ഒരിക്കലും കൂടുന്നില്ല. ഈ ലൈറ്റ് എനർജി കിട്ടുന്ന ആ എനർജിയുടെ എത്ര ശതമാനം, ഇപ്പൊ ഇവിടെ ഒരു 50% മാത്രമേ ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അതിലും ഒരു 30% പ്രൈമറി പ്രൊഡ്യൂസ് കഴിക്കുന്നുള്ളൂ, അതിലും ഒരു 20% മാത്രമേ സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് കഴിക്കുന്നുള്ളൂ, അതിലും ഒരു 10% മാത്രമേ ടേഴ്സറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ എനർജിയുടെ കേസിൽ എന്ത് നമുക്ക് കാണാം, ഏത് എക്കോസിസ്റ്റം എടുത്താലും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എക്കോളജിക്കൽ പിരമിഡ് നമ്മൾ എനർജിയുടെ കേസിൽ വരയ്ക്കും, അത് എപ്പോഴും എന്തായിട്ട് ഇരിക്കത്തുള്ളൂ, ഇറക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. എക്കോളജിക്കൽ പിരമിഡ് എടുക്കുമ്പോൾ നമ്പേഴ്സും ബയോമാസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അപ്രൈറ്റും ആയിരിക്കും, ഇൻവേർട്ടഡും ആയിരിക്കും. എന്നാൽ എനർജി എടുക്കുമ്പോൾ അത് ഓൾവേസ് എന്തായിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ശരി. ഇനി അടുത്ത നമുക്ക് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് ബയോ അക്കുമുലേഷനും ബയോ മാഗ്നിഫിക്കേഷനുമാണ്. ഇത് തമ്മിൽ പലർക്കും കൺഫ്യൂഷൻ തോന്നാം. ഇതിൽ ബയോ അക്കുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് കൂടി അടിഞ്ഞടിഞ്ഞ് വരിക, കൂടുന്നതിനാണ് നമ്മൾ അക്കുമുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണം പറയാണ്, DDT അല്ലെ, DDT ഒക്കെ നമ്മൾ വെതറാറുണ്ട്. അപ്പൊ ഉറുമ്പുകൾ DDT ഭക്ഷിക്കുക, അപ്പൊ ഉറുമ്പിന്റെ ശരീരത്തിലേക്ക് ഈ DDTയുടെ അംശം കൂടി കൂടി വരുവാണ്. അപ്പൊ ഒരു സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ, അതിന്റെ ഈ പറയുന്ന സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ ഒരു ടോക്സിക് കെമിക്കലിന്റെ അളവ് കൂടിക്കൂടി വരുമോ, അല്ലെങ്കിൽ അക്കുമുലേറ്റ് ചെയ്ത് വരും, അതിനെ നമുക്ക് എന്ത് പറയാം, ബയോ അക്കുമുലേഷൻ എന്ന് പറയാം. എന്നാൽ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉറുമ്പിന്റെ ശരീരത്തിൽ വന്ന ഈ ടോക്സിക്കിന്റെ അളവിനെ ഇനി ഉറുമ്പിനെ തിന്നുന്ന ഒരു ജീവി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉറുമ്പ് തീനി എന്നൊക്കെ നമ്മൾ പറയുന്ന സ്പീഷീസ് ഉറുമ്പുകളെ തിന്നുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടോക്സിൻ ഉറുമ്പിൽ നിന്നും ആ ഉറുമ്പിന്റെ തൊട്ട് അടുത്ത ട്രോഫിക് ലെവലിലുള്ള അതിന്റെ ഫുഡ് വെബിലുള്ള അടുത്ത സ്പീഷീസിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ ഉറുമ്പ് തീനിയെ തിന്നുന്ന വേറെ ഏതെങ്കിലും സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിലേക്കും ഈ എന്ത് ചെയ്യും, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ കടന്നു വരും. അപ്പൊ ഇത്തരത്തിൽ ഒരു ഫുഡ് വെബിലേക്ക് മൊത്തത്തിൽ ഒരുപാട് സ്പീഷീസുകളിലേക്ക് ഇത് വ്യാപിക്കുകയാണ്, ഈ ടോക്സിക് കെമിക്കലിന്റെ അംശം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ബയോ മാഗ്നിഫിക്കേഷൻ എന്ന്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിലൂടെ അത് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബയോ അക്കുമുലേറ്റ് എന്ന് വിളിക്കും. എന്നാൽ അത് നിരവധി സ്പീഷീസുകളിലേക്ക് സ്പ്രെഡായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ, അതാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണാം. ആദ്യം ഒരു ചെറിയ സ്പീഷീസിൽ വരുന്നു, അതിനെ ഭക്ഷിക്കുന്ന അടുത്ത സ്പീഷീസിൽ, അതിലും വലിയ സ്പീഷീസിൽ, പിന്നെ അതിലും വലിയ സ്പീഷീസിലേക്ക്, അങ്ങനെ ഫുഡ് വെബിലേക്ക് ഇതങ്ങ് പടർന്ന് കയറുകയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കും. അടുത്തത് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. സക്സഷൻ എന്ന് വെച്ചാൽ എന്താ, പിന്തുടർച്ച എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ എക്കോളജിയിൽ പിന്തുടർച്ച വരുന്നു, അല്ലെങ്കിൽ തുടർച്ച വരുന്നു, സക്സഷൻ വരുന്നു, അതാണ് എക്കോളജിക്കൽ സക്സഷൻ കൊണ്ട് സിംപിളി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇത്രേ ഉള്ളൂ, ബെയർ ലാൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതായത് ഒന്നുമില്ല അവിടെ, വെറും മണ്ണും അല്ലെങ്കിൽ കുന്നും മാത്രമായിട്ട് കിടക്കുന്ന സ്ഥലം, അങ്ങനെ ആയിരിക്കാം പണ്ട് പല സ്ഥലങ്ങളും കിടന്നിരുന്നത്. എന്നാൽ അവിടെ എന്താണ്, ഇന്ന് അതൊരു വനമേഖലയൊക്കെ പോലെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന സക്സഷൻ അല്ലെങ്കിൽ ചേഞ്ചിനെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാവുന്ന ഈ ചേഞ്ചിനെയാണ് നമുക്ക് എന്ത് വിളിക്കാവുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. പയനിയർ സ്പീഷീസ്, അതായത് ആദ്യം വരുന്ന സ്പീഷീസുകളുടെ ഒരു സ്റ്റേജ്, അതിനുശേഷം ഇന്റർമീഡിയറ്റ് ലെവൽ ഉണ്ട്, അതിനുശേഷം ക്ലൈമാക്സ് ലെവൽ, അല്ലെങ്കിൽ അത് വളരെ എന്താണ് വിപുലമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആയിട്ട് മാറി. അങ്ങനെ ഡിഫറെന്റ് ഘട്ടത്തിലൂടെയാണ് ഒരു എക്കോളജി കടന്നു പോകുന്നത്. അപ്പൊ ആദ്യം ഒന്നുമില്ല, ഒരു ഡെസേർട്ട് പോലെ കിടക്കുന്ന ബെയർ റോക്സ് മാത്രം, സോയിൽ മാത്രമേ ഉള്ളൂ. അവിടെ ആദ്യം ചെറിയ ലൈക്കൺസ്, മൈക്രോ സ്പീഷീസുകളൊക്കെ വരും. എന്നിട്ട് അതിനെ തുടർന്ന് ചെറിയ ചെറിയ പ്ലാന്റ് സ്പീഷീസ്, ശ്രബുകളും വരും. പിന്നെ ഗ്രാസസ് വരും. പിന്നെ എന്ത് ചെയ്യും, അവിടെ കുറച്ചും കൂടെ ഒരു മീഡിയം ലെവൽ ഗ്രാസുകൾ വരാൻ തുടങ്ങും. പിന്നെ വലിയ വലിയ സ്പീഷീസുകളും മരങ്ങളും അവിടെ വരാൻ തുടങ്ങും. ഇപ്പൊ ഈ രീതിയിൽ ആണ് ഓരോരോ എക്കോസിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ടേം മനസ്സിലാക്കാനുണ്ട്. എന്താണ് സെറെ? സെറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കോളജിക്കൽ സക്സഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സീക്വൻസ്,
നമ്മൾ പറഞ്ഞല്ലോ പയനിയർ സ്പീഷീസ് വന്നു, പിന്നെ ഇന്റർമീഡിയറ്റ് സ്പീഷീസ് വന്നു, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന്റെ സ്റ്റേജസ് ഉണ്ടാവുന്ന സീക്വൻസിനെ എക്കോളജിയിൽ വിളിക്കുന്ന ടേം ആണ് എക്കോളജിക്കൽ സെറെ അല്ലെങ്കിൽ SERE എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേം ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ചോദ്യം വരാം. അപ്പൊ ഞാൻ പറഞ്ഞു എൻവയോൺമെന്റ് എക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഫാക്ച്വൽ ആണ്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ പോലെ എപ്പോഴും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സയൻസ് പക്ക ഫാക്ച്വൽ സയൻസ് എൻവയോൺമെന്റിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സാമിന് ബെനിഫിഷ്യലും ആണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കറണ്ട് അഫയേഴ്സിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ വരാം. ഉദാഹരണം നമ്മൾ UNFCC എന്താണെന്ന് പഠിക്കണം എന്നുള്ളത് സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നുണ്ട്. ഓരോ വർഷവും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷൻസ് നടക്കുക, അതിന്റെ ഔട്ട്കംസ് വരുമ്പോഴും കറണ്ട് അഫയേഴ്സുമായിട്ട് അനുബന്ധമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അപ്പൊ ഇങ്ങനെ ആ രീതിയിലും ചോദ്യം വരാം. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ ആദ്യമായിട്ട് ബേസിക് ഒരു ഐഡിയ നമുക്ക് വേണം, തിയറി പാർട്ട് എന്താണെന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ എക്കോളജിക്കൽ സക്സഷൻ എന്താണ്, സെറെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഈ ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. ABCDEFG. അതായത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പയ്യെ 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 പ്രോഗ്രസ് ചെയ്ത് അവിടെ ഒരു ഭയങ്കര ഫലമായിട്ട് മാറും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പറയാവുന്ന ടേം എന്ന് പറയുന്നത് യൂട്രോഫിക്കേഷൻ ആണ്. അപ്പൊ എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണാം, നിങ്ങൾക്ക് ഒരു ജലാശയം കാണാം അല്ലെ. അതിന് ചുറ്റും ഹൗസ് ഹോൾഡ്, വീടുകളുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്, ഫാക്ടറീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അഗ്രികൾച്ചറൽ റൺ ഓഫ്, ഇതൊക്കെ പല രീതിയിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഉൾപ്പെടെ പല രീതികളിൽ എന്ത് ചെയ്യാം, ഈ ജലാശയത്തിലേക്ക് വന്നാടി. അപ്പൊ ഇതുമൂലം ആ വാട്ടർ ബോഡിയിലെ ന്യൂട്രിയൻസിന്റെ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. ഡിസോൾവ് ഓക്സിജൻ ലെവലിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഒരു വാട്ടർ ബോഡി അത് ഏജിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഇത്തരത്തിൽ ന്യൂട്രിയൻ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു കൈൻഡ് ഓഫ് പൊല്യൂഷൻ, അതിന്റെ ഒരു പൊല്യൂഷന്റെ ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ആ ലെവലിൽ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ജലാശയത്തിൽ നടക്കുന്നതിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ടേംസ് ഒക്കെ എന്താണ് എന്നുള്ളത്, ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്. അപ്പൊ എന്താണ് സൈക്കിൾ? സൈക്കിൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, തുടക്കം തൊട്ട് ഒടുക്കം വരെ അത് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആയിട്ട് വരുമ്പോൾ അതിന്റെ സോഴ്സ് തന്നെ ആയിരിക്കും അതിന്റെ കംപ്ലീഷനിലേക്ക് വരിക. അങ്ങനത്തുള്ളതിനെയാണ് നമ്മൾ പൊതുവെ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾ. മൈക്കിന് പ്രോബ്ലം ഉണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ അരുണേ? വോയിസ് ക്ലിയർ അല്ലേ? പ്രശ്നമുണ്ടോ? പറയുന്നത് കേൾക്കാൻ ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? ചിലപ്പോൾ കട്ടാകുന്നുണ്ട്. ഓക്കെ, അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമാകാം. ഇനി അരുണിന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നെറ്റ്വർക്കിന്റെ പ്രശ്നം. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ? മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് സൗണ്ടിൽ പ്രശ്നമുണ്ടോ? ഓക്കെ, നമുക്ക് അത് നോക്കാം. ഓക്കെ, എന്തായാലും അരുണ് നെറ്റ് കണക്ടിവിറ്റി ഒന്ന് നോക്കണേ. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇല്ല ഇഷ്യൂ ഇല്ലെന്നാണ്. അപ്പൊ ചിലപ്പോ അരുണിന്റെ നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഓക്കെ, അപ്പോ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ ബയോജിയോ കെമിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു, അതെങ്ങനെ വീണ്ടും ആ സോഴ്സിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ന്യൂട്രിയൻ സൈക്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് 4 ന്യൂട്രിയൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്: കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. ഈ പ്രധാനപ്പെട്ട 4 ന്യൂട്രിയൻസ് അന്തരീക്ഷത്തിൽ എന്തൊക്കെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇതും ഇൻഡെപ്തിലേക്കൊന്നും പോകണ്ട,
ബേസിക് ആയിട്ടുള്ള തലത്തിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് മതി ന്യൂട്രിയൻ സൈക്ലിങ്ങിനെ പറ്റി. അപ്പൊ എമൗണ്ട് ഓഫ് ഇത്ര ന്യൂട്രിയൻസ് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോളജിക്കല് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ പോലുള്ള ന്യൂട്രിയൻസ് എക്കോസിസ്റ്റത്തിൽ എത്ര അളവിലുണ്ട്, പ്രസന്റ് ആണ്, അതിനെ പറയുന്നതാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. ആ ന്യൂട്രിയന്റെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഓരോ ന്യൂട്രിയൻസിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ഈ സൈക്കിളിനെ ഡിവൈഡ് ചെയ്യാം. ഗേഷ്യസ് സൈക്കിൾ, സെഡിമെന്ററി സൈക്കിൾ. അപ്പൊ ആ കൈൻഡ് ഓഫ് ന്യൂട്രിയൻസിനെ അനുസരിച്ചിട്ടാണ് ഈ സൈക്കിളും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ഗ്യാസ് ആയിട്ട് വരുന്ന ഫേമസ് ആയിട്ടുള്ളതാണ് നൈട്രജനും കാർബൺ. സെഡിമെന്ററി സൈക്കിൾ എന്ന് സൾഫറിനെയും ഫോസ്ഫറിനെയും നമ്മൾ വിളിക്കാൻ കാര്യം പ്രധാനമായിട്ടും അവയുടെ റിസർവിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റിലാണ്. ഇപ്പൊ സെഡിമെന്ററി റോക്സിനെ ഒക്കെ പറ്റി നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ആദ്യം എന്താണ് ഇഗ്നിയസ് റോക്ക് ഉണ്ടാവും, എന്നിട്ട് അത് നമ്മൾ ക്യാരി ഓവർ ആയി പോകുമ്പോഴാണ് സെഡിമെന്ററി റോക്സ് സെഡിമെന്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ സെഡിമെന്ററി റോക്സ് ആവും. പിന്നീട് ക്രിസ്റ്റലൈസേഷൻ, റീക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോഴാണ് അത് മെറ്റമോർഫിക് റോക്ക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതൊക്കെ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ സെഡിമെന്റേഷൻ സംഭവിച്ച് മിക്കപ്പോഴും എർത്തിന്റെ ക്രസ്റ്റിൽ തന്നെ മേജർ ആയിട്ട് സോഴ്സ് ആയിട്ട് വരുന്ന രണ്ട് ന്യൂട്രിയൻസ് ആണ് സൾഫറും ഫോസ്ഫറസും. അതുകൊണ്ട് അവയെ സെഡിമെന്ററി സൈക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന രണ്ട് വാതകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സും അങ്ങനെ തന്നെ മേജർലി നിൽക്കുന്നുണ്ട്. നൈട്രജനും കാർബണും ഗേഷ്യസ് സൈക്കിളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ഫാക്ടേഴ്സ്, സോയില്, മോയ്സ്ചർ, ടെമ്പറേച്ചർ ഒക്കെ ഇത്തരത്തിൽ ഈ അന്തരീക്ഷത്തിലുള്ള ന്യൂട്രിയൻസിൽ ചേഞ്ചസ് വരുന്നതിനെ അഫക്ട് ചെയ്യാറുമുണ്ട്. അപ്പൊ ഈ ഓരോ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതാണ് ഇമ്പോർട്ടന്റ്. ആദ്യം നൈട്രജൻ സൈക്കിൾ. അപ്പൊ അന്തരീക്ഷം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 78% നമുക്ക് നൈട്രജന്റെ പ്രസൻസ് കാണാൻ സാധിക്കും പ്രൊപ്പോർഷണൽ ആയിട്ട്. അപ്പൊ ഇത്തരത്തിൽ നൈട്രജൻ, അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എന്തൊക്കെ വിവിധ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ നൈട്രജൻ സൈക്കിൾ. ഈ ഫിഗറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്തരീക്ഷത്തിലെ നൈട്രജൻ നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും കാണപ്പെടാം. ഓക്കെ, ഇപ്പം ഓൾറെഡി 78% ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ കമ്പഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയറിന്റെ ഒക്കെ സമയത്ത് നൈട്രജൻ റിലീസ് അല്ലെങ്കിൽ നൈട്രജന്റെ നൈട്രസ് കോമ്പൗണ്ട്സ് ഒക്കെ റിലീസ് ആവുന്നുണ്ട്. അങ്ങനെയും നൈട്രജൻ അന്തരീക്ഷത്തിൽ ഉണ്ടാകാറുണ്ട്. ലൈറ്റ്നിങ്ങിന്റെ സമയത്തും ഒക്കെ നൈട്രജൻ ഉണ്ടാവാറുണ്ട്. പ്രധാനമായും 4 പ്രോസസ്സുകളോടാണ് നൈട്രജൻ കടന്നു പോകുന്നത്. നൈട്രജൻ ഫിക്സേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. നൈട്രജൻ സൈക്കിൾ ആണ് ഈ ന്യൂട്രിയൻ സൈക്കിളിൽ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒരു സൈക്കിൾ. ഇത്രയും പ്രോസസ്സിലൂടെ നൈട്രജൻ കടന്നു പോകുന്നു. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി ഉള്ളത് ഈ പറയുന്ന നൈട്രജൻ സൈക്കിളിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഈ പ്രോസസ്സിലും, നൈട്രജൻ കടന്നു പോകുന്ന ഓരോ പ്രോസസ്സിലും മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസ് വളരെ എവിഡന്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നൈട്രജൻ പ്രധാനമായിട്ടും അമിനോ ആസിഡ്സും പ്രോട്ടീൻസിലും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ കാണുകയും ചെയ്യാവുന്ന ഒരു കമ്പോണന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ആദ്യം പറ്റുന്ന എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ ആണ്. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, നൈട്രജൻ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഫിക്സേഷനിലൂടെ ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ എന്താണ് നൈട്രജൻ ഫിക്സേഷൻ? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഗേഷ്യസ് ആയിട്ട് നിൽക്കുന്ന നൈട്രജനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് വിളിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്, അതായത് അസറ്റോബാക്ടറും റൈസോബിയം പോലെ. നിങ്ങൾ ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ റൈസോബിയം ഉള്ളതിനെ പറ്റി സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള നൈട്രജൻ ഫിക്സേഴ്സ് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അവര് ഓർഗാനിക് ആയിട്ടുള്ള നൈട്രജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇതാണ് നമുക്ക് ഈ സൈക്കിളിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഫിക്സേഷനിലൂടെ ഗ്രീൻ പ്ലാന്റ്സിലേക്ക് എത്തും. ഇനി പ്ലാന്റ്സ് ഇതിനെ എന്ത് ചെയ്യും? പ്ലാന്റ്സ് ഇതിനെ അമോണിയ ആയിട്ട് മാറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് നൈട്രജനെ അവരെന്ത് ചെയ്യും? അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ആദ്യത്തെ സൈക്കിൾ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർഗാനിക് അമോണിയ അവര് അമോണിയ ആയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ അമോണിഫിക്കേഷൻ. അപ്പൊ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിലേക്കും എത്താം. പ്ലാന്റ്സ് ഭക്ഷിക്കുന്ന ആനിമൽസിലേക്കും അവരും ഈ പറയുന്ന സെയിം പ്രോസസ്സ് തന്നെ, അമോണിഫിക്കേഷൻ, അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം ഓർഗാനിക് നൈട്രജൻ ഉണ്ടായോ അത് പിന്നെ NH3 അഥവാ അമോണിയ ആയിട്ട് കൺവേർട്ട് ആവും.
ഇതിനെയാണ് നമ്മൾ അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് മൂന്നാമത് നടക്കുന്നത് എന്താണ്? അമോണിഫിക്കേഷന് ശേഷം അടുത്ത നടക്കുന്നത് നൈട്രിഫിക്കേഷൻ. അതായത് NH3 നിന്നും ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആയിട്ട് എന്താണ് കൺവേർഷൻ സംഭവിക്കുകയാണ്. അതിന്റെ അകത്ത് തന്നെ ആദ്യം അമോണിയ എന്തായിട്ട് മാറും? നൈട്രൈറ്റ് ആയിട്ട് മാറും. അതിന് ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ട്, നൈട്രോസോമോണാസ്. ഇവര് അമോണിയ എന്ത് ചെയ്യും? നൈട്രൈറ്റ് ആക്കും. ഈ നൈട്രൈറ്റ് അല്ലെങ്കിൽ NO2 മൈനസ് പിന്നീട് NO3 മൈനസ് ആവും. അതിനെയാണ് നമ്മൾ നൈട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അത് നൈട്രോബാക്ടർ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ഷൻ പ്രകാരം. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് ആയിട്ട് ഒരു എന്താണ് ഓക്സിജനുമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പൊ ഇതിനെയാണ് നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫിഗർ എടുത്താലും അമോണിയ എന്തായിട്ട് മാറി? ഇത് നൈട്രൈറ്റിൽ പിന്നെ നൈട്രേറ്റ്. അപ്പൊ ഈ എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? നൈട്രിഫിക്കേഷൻ എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് ഫേസ്. അപ്പൊ ഇത് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞു NO3 മൈനസ്, അതാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഇനി വീണ്ടും ഈ തുടക്കത്തിലുള്ള നൈട്രജൻ വരണമല്ലോ. അപ്പൊ അതിനെ പറയുന്നതാണ് ഡി നൈട്രിഫിക്കേഷൻ. അതായത് ഇത്തരത്തിൽ സോയിലിലും ഒക്കെ ഉള്ള ഓക്സൈഡ്സ് ഓഫ് നൈട്രജനെ എന്ത് ചെയ്യും? വേറെ രണ്ട് ബാക്ടീരിയ, തിയോബാസിലസും സ്യൂഡോമോണാസും എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? നൈട്രജനും ഓക്സിജനും ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ നൈട്രജൻ എന്ത് സംഭവിക്കുന്നു? വീണ്ടും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തും. അപ്പൊ ഇതാണ് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ സൈക്കിൾ. അപ്പൊ ഇവിടെ എല്ലാ പ്രോസസ്സിലും നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി കാണാൻ സാധിക്കും. അപ്പൊ അതാണ് നൈട്രജൻ സൈക്കിളിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ആ ഓർഗാനിസത്തെ പറ്റി പഠിക്കണം എന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രോസസ്സ് നൈട്രജൻ സൈക്കിളിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കും. നൈട്രജൻ ഫിക്സേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. അങ്ങനെ ഈ അമോണിയ ഡിഫറെന്റ് പ്രോസസ്സിലൂടെ കടന്നുപോയി എഗെയിൻ എന്താണ് അന്തരീക്ഷത്തിൽ നൈട്രജൻ ആയിട്ട് തിരിച്ചു. ഇതിനെയാണ് നമുക്ക് നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഫിഗറിൽ നമുക്ക് കാണാവുന്നത്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ത് ചെയ്യുന്നു? ഗ്രീൻ പ്ലാന്റ്സ് ഓർഗാനിക് നൈട്രജൻ ആയിട്ട് മാറ്റുന്നു. അതിനുശേഷം അത് അമോണിഫിക്കേഷൻ നടക്കുന്നു, ഓക്സൈഡ്സ് ഓഫ് നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. എന്നിട്ട് വീണ്ടും അത് തിരിച്ച് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വരും. അപ്പൊ അത് തന്നെയാണ് ഈ ഫിഗറിൽ നമുക്ക് കാണുന്നത്. ഇവിടെ നമ്മൾ സൈക്കിളായിട്ട് കാണിച്ച കാര്യം തന്നെയാണ് ഈ ഫിഗറിലും കാണുന്നത്. ഇതിന്റെ ഓരോ സ്റ്റേജിലും ഇത്തരത്തിലുള്ള ഓർഗാനിസംസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് മൈക്രോബ്സിന്റെ ആക്ഷൻ ഉള്ള ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. ഇപ്പൊ ന്യൂട്രിയൻ സൈക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആണ്. നമ്മളിത് സിമ്പിൾ ആയിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്തത് കാർബൺ സൈക്കിൾ. അപ്പൊ കാർബൺ ആണെങ്കിൽ ഒരു 0.04% ആണ് അന്തരീക്ഷത്തിലുള്ളത്. അപ്പൊ ഇതുപോലെ പല നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കാർബൺ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പല രീതി കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അന്തരീക്ഷത്തിൽ കാർബൺ നിൽക്കാറുണ്ട്. അപ്പൊ ഇതില് കാർബൺ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് കാർബൺ സൈക്കിളിൽ പറയുന്നത്. ഇപ്പൊ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം അന്തരീക്ഷത്തിലുള്ള കാർബൺ. ഓക്കെ, എങ്ങനെ കാർബൺ ഡയോക്സൈഡ് വരുന്നു? ഇത്തരത്തിൽ വെഹിക്കുലർ എക്സോസ്റ്റിലൂടെ വരുന്നു. ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ തീ ഉണ്ടാകുന്ന സമയത്ത് വരുന്നു. ഈ കാർബണെ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കാർബൺ വെള്ളത്തിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിലൊക്കെ കലർന്ന് അത് കാൽസിയസ് ഡിപ്പോസിറ്റ് സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. അത് ലൈം സ്റ്റോണും ഡൊളോമൈറ്റും ഒക്കെ ആയിട്ട് മാറും. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ കാർബണിന്റെ സൈക്കിൾ എടുക്കുമ്പോൾ കാർബൺ എന്തിലൂടെ ഒക്കെ കടന്നു പോകും? നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫിഗർ കാണുമ്പോൾ ക്ലിയർ ആവും. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ആദ്യം സംഭവിക്കുന്നത് നമുക്ക് എന്ത് പറയാം? വെള്ളത്തിന്റെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കാർബണേറ്റ്സ് ആയിട്ട് മാറും. അത് വെള്ളത്തിന്റെ അടിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ലൈം സ്റ്റോൺ ആയിട്ട് കുറച്ച് കാർബൺ അടിയുന്നുണ്ടാവും. അല്ലാതെ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കും. ഫോട്ടോസിന്തസിസിന് ഉപയോഗിച്ചിട്ട് ഈ ഗ്രീൻ പ്ലാന്റ്സ് ഡീകേ ആകുമ്പോഴത്തേന് അവരുടെ കാലാവസാനം എന്ത് ചെയ്യും? അവരുടെ കാലം കഴിയുമ്പോഴത്തേന് പ്ലാന്റ്സിൽ നിന്ന് അത് ഡീകമ്പോസ് ചെയ്ത് കോൾ എന്ന് പറയുന്ന ഒരു ഫോസിൽ ഫ്യൂൽ ഉണ്ടാവും. അതേപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാകാം. പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ആനിമൽസിലേക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ കാർബണിന്റെ പ്രസൻസ് വരാം. ഈ ആനിമൽസ് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് അവരുടെ കാലശേഷമാണ് അതിൽ നിന്ന് പെട്രോളിയം ഉണ്ടാകും. അപ്പൊ അങ്ങനെ പ്ലാന്റ്സും ആനിമൽസും കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബണിന്റെ കോമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നു. അത് പിന്നീട് കാലക്രമേണ ഡീകമ്പോസ് ചെയ്ത് കോളും പെട്രോളിയം ആകുമ്പോൾ ഇതിന്റെ അകത്ത് എന്തുണ്ട്? കാർബൺ തന്നെ ഉണ്ട്. കാർബൺ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട
കാർബോഹൈഡ്രേറ്റ്സിന്റെ മിക്സ്ചർ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും പറയാവുന്നത്, കോളും പെട്രോളിയം എല്ലാം. അത് മാത്രമല്ല ആനിമൽസിന്റെ എന്താണ് ഷെൽസ്, ഇൻഓർഗാനിക് കാർബണേറ്റ്സിന്റെ പ്രസൻസ് ഈ ഷെല്ലിന്റെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഓൾമോസ്റ്റ് എന്താണ് കാർബണിന്റെ പ്രസൻസ്. ഇനി ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്താണ്, നമ്മൾ റെസ്പിറേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അപ്പൊ അതിൽ നിന്ന് എഗെയിൻ എന്താണ്, അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ആണ് കാർബണിന്റെ സൈക്കിൾ നടക്കുന്നത്. അന്തരീക്ഷത്തിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് നിൽക്കുന്നു, വിവിധ പ്രോസസ്സിലൂടെ കടന്നുപോയി എഗെയിൻ ഡീകമ്പോസിഷൻ നടന്ന് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരും. വളരെ സിമ്പിൾ ആണ്. ഇതാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ന്യൂട്രിയൻസും പ്രധാനമായിട്ടും കടന്നു പോകുന്ന സ്റ്റേജസ്, അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓൾമോസ്റ്റ് 50% ഡ്രൈ വെയിറ്റും ഇത്തരത്തിൽ കാർബൺ ആണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പം നെറ്റ് കാർബൺ ന്യൂട്രൽ ആവാനൊക്കെ നമ്മുടെ ടാർഗറ്റ് ഉണ്ട് അല്ലെ, 2070 ആകുമ്പോഴത്തേന്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാകുന്നു. അപ്പം കാർബണിന്റെ എമിഷൻ എങ്ങനെ കുറയ്ക്കാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർബണിന്റെ സൈക്കിൾ നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ കാർബൺ ഉണ്ടാകുന്നു, ഇത് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ എന്താണ് നാച്ചുറലും അല്ലെങ്കിൽ മാൻമെയ്ഡും ആയിട്ടുള്ള പല പ്രോസസ്സുകളും കാർബൺ ഡൈ ഓക്സൈഡിന് കാരണമാകുന്നു. അപ്പൊ കാർബൺ ഡൈ സെക്വിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ കടലിന്റെ അടിയിൽ ഈവൻ ഗ്ലേസിയൽ ഡെപ്പോസിറ്റിന്റെ അടിയിലും ഒക്കെ കാർബണിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഗ്ലേഷ്യൽ മെൽറ്റ് ഒക്കെ സംഭവിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഇതും കൂടെ അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടാം, അത് ഗ്ലോബൽ വാർമിങ്ങിന്റെ അളവ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത പറയുന്നതാണ് ഫോസ്ഫറസ് സൈക്കിൾ, അതായത് ബയോജിയോ കെമിക്കൽ സൈക്കിൾ ദാറ്റ് ഡിസ്ക്രൈബ്സ് മൂവ്മെന്റ് ഓഫ് ഫോസ്ഫറസ്. അപ്പൊ ഫോസ്ഫറസ് എന്ന് പറയുന്ന ന്യൂട്രിയന്റ് എന്തൊക്കെ ഫേസിലൂടെ കടന്നു പോകുന്നു, അതാണ് നമ്മൾ ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള രണ്ട് ന്യൂട്രിയൻസിന്റെ സൈക്കിൾ കണ്ടു. അടുത്ത സെഡിമെന്ററി ആയിട്ടുള്ള രണ്ട് ന്യൂട്രിയൻസിന്റെയാണ് നമ്മൾ ഫോസ്ഫറസും സൾഫറിന്റെ സൈക്കിളാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേകത, ഇവിടെ പ്രത്യേകത ഒരെണ്ണമുണ്ട്, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മേജർ ആയിട്ട് ഫോസ്ഫറസിന്റെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോസ്ഫർ കാണപ്പെടുന്നത് എന്ന് പറയുന്നത് റോക്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് സെഡിമെന്ററി സൈക്കിളിനകത്ത് ഉൾപ്പെടുത്തിയത്. ഫോസ്ഫറസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ എവിടെ ആയിരിക്കും, റോക്സിന്റെ അകത്തായിരിക്കും. അത് ഫോസ്ഫേറ്റ് ആയിട്ട് റോക്സിലായിരിക്കും ഫോസ്ഫറസ്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ കാണുമ്പോൾ ഈ റോക്സിന്റെ അകത്തുള്ള ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കും, വെതറിങ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിൻഡ് കൊണ്ടോ വാട്ടറോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതെന്ത് ചെയ്യും, വെതറിങ് സംഭവിക്കുമ്പോൾ ഇത് സോയിലിലേക്ക് എത്തുന്നു, സോയിലിൽ വെള്ളമായിട്ട് കലർന്ന് സോയിൽ സൊല്യൂഷൻ ഉണ്ടാവും. എന്നിട്ട് ഇവ പിന്നെ ഒലിച്ചൊക്കെ പോകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാന്റ്സിലേക്ക് എത്തുന്നു. ഈ പ്ലാന്റ്സിൽ നിന്നും ഇത് കൺസ്യൂമേഴ്സ്, പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ആനിമൽസിലേക്ക് എത്തുന്നു. ഒന്നി പ്ലാന്റ്സ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഡ്യൂ ടു മൈക്രോബിയൽ ആക്ടിവിറ്റി ഇത് എന്ത് ചെയ്യും, എഗെയിൻ സോയിലിൽ വന്ന് കലരും, പിന്നെ അത് എന്ത് ചെയ്യും, എഗെയിൻ സോയിൽ ഡിപ്പോസിറ്റ് ആയിട്ട്. വളരെ സിമ്പിൾ ആണ്. ഇതാണ് നമ്മൾ ഫോസ്ഫറസ് സൈക്കിൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം അന്തരീക്ഷത്തിലെ ഗേഷ്യസ് ഫോമിലായിരുന്നു കൂടുതലെങ്കിൽ ഫോസ്ഫറസിന്റെ കേസിൽ അത് ഫോസ്ഫേറ്റ് ആയിട്ട് റോക്സിലാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്നൊരു വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു സൈക്കിളിൽ ശ്രദ്ധിക്കുന്നത്. ഇതും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, വെതറിങ് നടന്ന് സോയിലിൽ നിന്നുള്ളത് പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും എത്തുന്നു, അത് ഡീകമ്പോസ് ചെയ്ത് എഗെയിൻ സോയിലിലേക്ക് തന്നെ മടങ്ങി. സിമ്പിളി പറഞ്ഞാൽ ഇത്രയാണ് ഫോസ്ഫറസ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം. അത് കൂടാതെ ഈ നമുക്ക് പിന്നെ ഫെർട്ടിലൈസറിനകത്തും ഒക്കെ ആണെങ്കിലും ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാൻമെയ്ഡ് ആക്ടിവിറ്റി മൂലം അതും വെള്ളത്തിൽ കലർന്ന് എഗെയിൻ ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ പോയി എഗെയിൻ എന്താണ് സോയിലിലേക്ക് തന്നെ പോവാണ്, അല്ലെങ്കിൽ റോക്ക് ഫോർമേഷനിലേക്ക് തന്നെ പോവാണ്. അവിടാണ് മേജർ ആയിട്ടും ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് ഉള്ളത്. അപ്പൊ ഇതാണ് ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള റിസർവിയർ റോക്സ് ആണ് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് കാർബൺ സൈക്കിൾ, എന്താണ് നൈട്രജൻ സൈക്കിൾ, എന്താണ് ഫോസ്ഫറസ് സൈക്കിൾ, ഇത് മൂന്നും ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത ഒരു ന്യൂട്രിയന്റും കൂടെ ഉണ്ട്, സൾഫർ സൈക്കിൾ. അപ്പൊ ഇതുപോലെ തന്നെ വിവിധ പ്രോസസ്സുകളിലൂടെ സൾഫർ കടന്നു പോകുന്നതിനാണ് സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സൾഫർ നിങ്ങൾക്കറിയാം ഒരു നോൺ മെറ്റാലിക് എലമെന്റ് ആണ്, ടേസ്റ്റ്ലെസ് ഓർഡർലെസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇതും ഇത്തരത്തിൽ ഓർഗാനിക് ആയിട്ടും ഇനോർഗാനിക് ആയിട്ടും കാണപ്പെടാറുണ്ട്.
സൾഫർ കോളിന്റെ അകത്തും ഓയിലിന്റെ അകത്തും ഒക്കെ സൾഫറിന്റെ പ്രസൻസ് ഉണ്ട്. റോക്സിന്റെ ലിപ്പോസിന്റെ അകത്തും ഉണ്ട്. അപ്പൊ സൾഫറുമായിട്ട് ബന്ധപ്പെട്ട് സൾഫർ ചില ഗേഷ്യസ് ഫോമിലും ഒക്കെ പല പല കോമ്പൗണ്ട് ആയിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇതിനെ സെഡിമെന്ററി സൈക്കിൾ ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് മേജർ ആയിട്ടും ഇതെന്താണ്, ഇത് സൾഫറിന്റെ പല കോമ്പൗണ്ട്സ് നമുക്ക് റോക്സിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സെഡിമെന്ററി ഡിപ്പോസിറ്റിലൂടെയാണ് സൾഫറിന്റെ മേജർ ആയിട്ടും കോമ്പണൻസ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ സെഡിമെന്ററി സൈക്കിൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്നാൽ സൾഫർ പലപ്പോഴും പല കോമ്പിനേഷനിൽ അല്ലെങ്കിൽ പല കോമ്പൗണ്ട്സ് ആയിട്ട് ഗേഷ്യസ് ഫോമിലും നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നരുത്. അത് നമ്മൾ സെഡിമെന്ററി സൈക്കിൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഫിഗറിൽ നിന്ന് അത് എവിഡന്റ് ആണ്. നിങ്ങൾ നോക്കിയേ, സൾഫർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ വരിക? നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ഉണ്ട്. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ സൾഫർ ഡൈ ഓക്സൈഡ് വരാം. വെതറിംഗ് ഓഫ് റോക്സ് അഗെയിൻ വെതർ ചെയ്യുന്ന സമയത്ത് സൾഫർ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് പറയാവുന്നത് ഫോസിൽ ഫ്യൂവൽസ് കമ്പഷൻ നടക്കുമ്പോൾ വരുന്നുണ്ട്. ഓഷനിലൂടെ ഗേഷ്യൽ എക്സ്ചേഞ്ചിൽ നടക്കുന്നുണ്ട്, ഡീകമ്പോസിഷന്റെ സമയത്ത്. ഇങ്ങനെ പല രീതിയിൽ സൾഫർ നാച്ചുറൽ ആയിട്ടും അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്നും ഒക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് സൾഫറിന്റെ ഓക്സൈഡ്സ് ആയിട്ട് വന്നു അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി ഈ സൾഫർ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളമായിട്ട് കലരും. അത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. നമ്മൾ ഈ ആസിഡ് റെയിൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ സൾഫറിന്റെ അളവ് ക്രമാതീതമായി കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആസിഡ് റെയിൻ ആയിട്ടായിരിക്കും പെയ്തിറങ്ങുക. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തന്നെ മഴവെള്ളത്തിൽ ഇത് കലർന്നിട്ട് എന്ത് ചെയ്യും? അഗൈൻ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. പ്ലാന്റ്സിലേക്ക് എത്തുന്നു, പ്ലാന്റ്സിനെ എന്നിട്ട് ടിഷ്യൂലേക്ക് വരുന്നു, പ്ലാന്റ്സിന്റെ ഫുഡ് ചെയിനിലേക്ക് വരുന്നു, എന്നിട്ട് ആനിമൽസിലേക്ക് വരുന്നു. ഇത് അഗൈൻ ഡീകമ്പോസ് ചെയ്ത് സോയിലിലേക്ക് തന്നെ പോകും. മൈനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് അഗൈൻ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ സൈക്കിൾ. റോക്സിന്നും ഇങ്ങനത്തുള്ള രീതിയിൽ നിന്നും അത് കോമ്പൗണ്ട്സ് ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അത് എന്നിട്ട് വെള്ളത്തിൽ കറന്ന് തിരിച്ച് പ്ലാന്റ്സിലേക്ക് വരുന്നു, റോക്കിലേക്ക് വരുന്നു. ഇത് ഇങ്ങനെ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടേയിരിക്കും, സൈക്കിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ സൾഫർ സൈക്കിൾ. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു 4 സൈക്കിൾ ന്യൂട്രിയൻസിന്റെ, നൈട്രജൻ സൈക്കിൾ എന്താണ്, കാർബൺ സൈക്കിൾ എന്താണ്, ഇത് രണ്ടും ഗേഷ്യസ് സൈക്കിൾ, സെഡിമെന്ററി സൈക്കിൾ ആയിട്ടുള്ള സൾഫർ എന്താണ്, ഫോസ്ഫറസ്. നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി എന്താണ് എന്നുള്ള ഒരു ഐഡിയ മാത്രം. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ഈ 4 സൈക്കിൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം തരാം. ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് ഇത് UPSC ചോദിച്ച ചോദ്യമാണ്. ഉത്തരം നോക്കരുത്, ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം എന്തായിരിക്കും. അപ്പൊ നമുക്ക് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചോദിക്കുന്നത്. UPSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ഒരു 4 ബയോജിയോ കെമിക്കൽ അല്ലെങ്കിൽ ന്യൂട്രിയൻ സൈക്കിൾസ് തന്നിട്ടുണ്ട്. ഇതിനെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് വിളിക്കാൻ കാര്യം ബയോളജിക്കൽ ആയിട്ടുള്ള, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള, കെമിക്കൽ ആയിട്ടുള്ള, ഇങ്ങനെ 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിലൂടെയും പല ന്യൂട്രിയൻസും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവയെ ന്യൂട്രിയൻ സൈക്കിൾ അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ന്യൂട്രിയൻ സൈക്ലിംഗിൽ റോക്സ് മെയിൻ സോഴ്സ് ആയിട്ടുള്ള, വെതറിംഗ് ഓഫ് റോക്സ് മെയിൻ സോഴ്സ് ആയിട്ട് ഉള്ള ഏതാണ് സൈക്കിൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആ ഒരു ലെവലിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഫോസ്ഫറസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ന്യൂട്രിയൻ സൈക്ലിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തെ പറ്റി. പേര് സൂചിപ്പിക്കുന്നതല്ല, ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നാച്ചുറൽ ലൈഫിനും എത്രത്തോളം വൈവിധ്യമുണ്ട് അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവികമായിട്ടുള്ള വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 ടേംസ് ഉണ്ട്. എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എന്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ അകത്ത് തന്നെ ബേസിക് ആയിട്ട് നമ്മുടെ ജനറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജീനാണ്, അല്ലെ? ഏതൊരു സ്പീഷീസ് എടുത്താലും. അപ്പൊ അത്തരത്തിൽ DNA ചേഞ്ച് മൂലം ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് വരുന്നതിനെയാണ് നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ജീനിനുള്ള വ്യത്യാസം മൂലം സ്പീഷീസിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. ഉദാഹരണം, റൈസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്ലാന്റ് നമ്മൾ എടുക്കുകയാണ്. അതിന്റെ ജനറ്റിക്കൽ ആയിട്ടുള്ള വേരിയേഷൻ കാരണം 50,000-ലേറെ റൈസിന്റെ വെറൈറ്റി ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരേ ഒരു സെയിം സ്പീഷീസ് തന്നെ ഇത്രയേറെ ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ അതിനെ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഒരു പർട്ടിക്കുലർ റീജിയണിൽ
സ്പീഷീസുകൾക്ക് എത്രത്തോളം വൈവിധ്യം ഉണ്ട് അതിനെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും എടുക്കുക, ഈസ്റ്റേൺ ഗട്ട്സും എടുക്കുക. ആംഫീബിയനിലുള്ള സ്പീഷീസ് കൂടുതൽ കാണപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈസ്റ്റേൺ ഗട്ട്സ് ഉള്ളതിനെക്കാട്ടിലും വെസ്റ്റേൺ ഗട്ട്സിൽ എന്തുണ്ട്, സ്പീഷീസിന്റെ വൈവിധ്യം കൂടുതലാണ്. അതിനെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി എന്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്ര ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്, അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എടുക്കുക. ഇവിടെ നമുക്ക് മാൻഗ്രൂവ്സ് കാണാം, നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കാണാം, അക്വാട്ടിക് എക്കോസിസ്റ്റം കാണാം. ഇങ്ങനെ പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്കോസിസ്റ്റം നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ കാണുവാൻ സാധിക്കും. അതിനെ നമുക്കിപ്പോ എന്ത് വിളിക്കാം? എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന്. അപ്പൊ ഈ ടേംസ് ഒക്കെ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എന്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകാം, ഈ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ടേംസ് ഒക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഹാബിറ്റാറ്റ് ലോസ്, അല്ലെ, ഒരു സ്പീഷീസ് അധിവസിക്കുന്ന ആ ഒരു റീജിയൻ, ആ ഹാബിറ്റാറ്റിന് നഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കുന്നു. ആ ഏരിയ എന്താണ് തിരിച്ച് നമ്മൾ ലാൻഡ് റിഫോംസിനൊക്കെ സമയത്ത് പഠിക്കുന്നതാണ് ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ. മൊത്തത്തിലുള്ള ഒരു ലാൻഡിനെ എന്ത് ചെയ്തു, ഫ്രാഗ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ആയിട്ട് മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എക്കോസിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നു, ഒരു നാശനഷ്ടം സംഭവിക്കുകയാണ്. എക്കോസിസ്റ്റം അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ എക്കോസിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്പീഷീസിന് എന്ത് സംഭവിക്കാം, വംശനാശം സംഭവിക്കാം. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകാവുന്ന നമുക്ക് ഒരു കാരണം പറയാവുന്ന എന്താണ്, ഫ്രാഗ്മെന്റേഷൻ, ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ലോസ്. രണ്ടാമത് അവിടെ ഉണ്ടാവുന്ന നാച്ചുറൽ റിസോഴ്സിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഒപ്റ്റിമൈ രീതിയിലാണ് നമ്മൾ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു. അപ്പൊ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യും, ഓവറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതെന്ത് ചെയ്യാം, ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിലേക്ക് പോകും. അടുത്ത ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അപ്പൊ എന്താണ് ഏലിയൻ സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്കോസിസ്റ്റത്തിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടാതെ മറ്റൊരു എക്കോസിസ്റ്റത്തിൽ നിന്നും അവിടേക്ക് വന്ന സ്പീഷീസിനെയാണ് നമ്മൾ ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം കേരളത്തിൽ നമ്മൾ എപ്പോഴും പേപ്പറിൽ വായിക്കാറുണ്ട്, ആഫ്രിക്കൻ വെച്ച് ഭയങ്കരമായ കൃഷിനാശ ഭീഷണി സംഭവം ഉണ്ടാക്കുന്നു എന്നൊക്കെ. അപ്പൊ അത് ഇവിടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ ഇല്ലാത്തൊരു സ്പീഷീസ് ആയിരുന്നു. എന്നാൽ അത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നു, അത് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസുകളെ അത് അഫക്ട് ചെയ്യും, അവർക്ക് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഏലിയൻ സ്പീഷീസുകൾ വരുമ്പോഴത്തേന് എന്ത് ചെയ്യാം, എക്കോസിസ്റ്റത്തെ അഫക്ട് ചെയ്യും. അടുത്തത് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ടേമാണ്. ഇപ്പൊ കോ എക്സ്റ്റിങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പർട്ടിക്കുലർ സ്പീഷീസ് എക്സ്റ്റിൻഡ് ആയി കഴിഞ്ഞാൽ പ്ലാന്റോ ആനിമൽ സ്പീഷീസോ ആയിക്കോട്ടെ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു സ്പീഷീസ് എന്ത് സംഭവിക്കാം, എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. ഇപ്പൊ ഉദാഹരണം നമ്മൾ ഫുഡ് ചെയിനെ പറ്റി പറഞ്ഞു. പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഇല്ലാതാവുക എന്ന് വിചാരിക്കും. ഇപ്പൊ തവള, ഫ്രോക്സ് തീർത്തും ഇല്ലാതായി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു ഗ്യാപ്പ് വരുവാണ്, ഈ ഫുഡ് ചെയിനിൽ ഒരു ബ്രേക്ക് വരുവാണ്. അപ്പൊ തവളയെ തിന്നുന്ന പാമ്പുകൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഫുഡ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവയും എക്സ്റ്റിങ്ഷനിലേക്ക് പോകും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോളജിയിൽ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു സ്പീഷീസും എക്സ്റ്റിന്റ് ആകാം. അപ്പൊ ഇങ്ങനത്തുള്ള കുറെ കാരണങ്ങളൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ ജൈവ വൈവിധ്യം അഫക്റ്റഡ് ആകുമ്പോൾ അത് എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കും, എഫക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. സ്വാഭാവികമായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ അകത്ത് തന്നെ എന്താണ്, പ്ലാന്റ് ആനിമൽ പോപ്പുലേഷനിൽ കുറവുണ്ടാവുന്നുണ്ട്, എക്സ്റ്റിങ്ഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് പറയാവുന്ന എന്താണ്, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള കാര്യങ്ങൾ, അല്ലെ, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി എക്കോസിസ്റ്റത്തിലെ പ്രോസസ്സുകളെയൊക്കെ അഫക്ട് ചെയ്യാം. ഉദാഹരണം നമ്മൾ പറയാറുണ്ടല്ലേ, കേരളത്തിൽ മഴ കുറയുന്നു, അല്ലെങ്കിൽ കാലവർഷത്തിന്റെ ഒക്കെ മാറ്റം, കാലാവസ്ഥയിലൊക്കെ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ നമ്മുടെ നാച്ചുറൽ ആയിട്ട് എക്കോസിസ്റ്റത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പലതും ഡിസ്റ്റോർട്ടഡ് ആവുന്നു, അല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ഇത്തരത്തിൽ ബയോഡൈവേഴ്സിറ്റി അഫക്റ്റഡ് ആകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഇനി അങ്ങോട്ട് നമ്മൾ പറഞ്ഞ ഇപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഒക്കെ നമ്മൾ ഇനി പഠിക്കും. ഇത്തരത്തിൽ എക്സ്ക്ലൂസീവ്ലി ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്കീംസും ഈ ലെജിസ്ലേഷൻസും പ്രൊട്ടക്റ്റഡ് ഏരിയസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വരുന്നത്.
അപ്പൊ എങ്ങനെ ജൈവ വൈവിധ്യം അഫക്റ്റ് ആകാം, അത് എന്തുകൊണ്ട് അഫക്റ്റ് ആകുന്നു, അതുണ്ടാകുമ്പോൾ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാകാം, ഇനി എങ്ങനെ ഇത് പരിരക്ഷിക്കാം അല്ലെങ്കിൽ ഇമ്പാക്ട് കുറയ്ക്കാം, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്, എക്സിറ്റു കൺസർവേഷൻ എന്താണ്. ഇപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻസിറ്റുവിന് ഇൻസൈഡ് എന്നുള്ളതും എക്സിറ്റുവിന് എക്സ്റ്റേണൽ എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ അത് നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന എൻവയോൺമെന്റിൽ വെച്ച് തന്നെ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ കൺസർവ് ചെയ്യുകയാണെങ്കിൽ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻസിറ്റു കൺസർവേഷൻ. അപ്പൊ അതിന് ഉദാഹരണമാണ് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും. അതായത് അവിടെ ഉള്ള നാച്ചുറൽ ആയിട്ട് ആ സ്പീഷീസുകൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഉള്ളതാണ്, അവയെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ സംരക്ഷിക്കുകയാണ് നമ്മൾ ആ എക്കോസിസ്റ്റം. അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ഇൻസിറ്റു കൺസർവേഷൻ. ഇനി എന്താണ് എക്സിറ്റു കൺസർവേഷൻ? അപ്പൊ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഹാബിറ്റാറ്റ്, പക്ഷെ അവിടെ സ്പീഷീസുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് അവിടെ എന്തെങ്കിലും ഭീഷണി നേരിടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവയെ നമ്മൾ സംരക്ഷിക്കാൻ കൂടുതലായിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ആ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ നിന്ന് മാറി നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവയെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, എക്സിറ്റു കൺസർവേഷൻ. നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഹാബിറ്റാറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മറ്റൊരു സ്ഥലത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും. ആനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ ഇത്തരത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി സംരക്ഷിക്കും. ഓക്കെ, അപ്പൊ ഇൻസിറ്റു എന്താണ്, എക്സിറ്റു കൺസർവേഷൻ എന്താണ്, ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്തത് ഡിഫറെന്റ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതും ജസ്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഉണ്ട്, അതിന് നമ്മൾ സയന്റിഫിക്കലി വിളിക്കുന്ന പേരെന്തൊക്കെയാണ്? ഇപ്പൊ ഫോറസ്റ്റ് ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷൻ പറയുന്നതാണ് സിൽവി കൾച്ചർ. സിൽക്ക് വേമിന്റെ കൃഷിയെ പറയുന്നതാണ് എന്ത്, സെറി കൾച്ചർ. ഹണി ബിയുടെ കൃഷിയെ പറയുന്നതാണ് എപ്പി കൾച്ചർ. വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഒലേറി കൾച്ചർ. ഗ്രേപ്സിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് വിറ്റി കൾച്ചർ. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കൾട്ടിവേഷന് പറയുന്നതാണ് ഫ്ലോറി കൾച്ചർ. വുഡി പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് അർബോറി കൾച്ചർ. ഇനി എയറോപോണിക്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അക്വാപോണിക്സ് ഉണ്ട്. അപ്പൊ ഇത് മൂന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ചെറിയ അസൈൻമെന്റ് ആണ്, ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരണം. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും എയറോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയറിൽ, സോയില് വേണ്ടാതെ എയറിൽ നിർത്തിയിട്ട് നമ്മൾ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യണം. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ സോയില് വേണ്ട, നമ്മൾ വെള്ളത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ വാട്ടറിൽ മാത്രമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അക്വാപോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ എൻവയോൺമെന്റിലെ ഫിഷസിനെയും പ്ലാന്റ്സിനെയും എന്ത് ചെയ്യും, നമ്മൾ ഒരുമിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വളർത്താൻ ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ അക്വാപോണിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, എയറോപോണിക്സ് എന്താണ്, ഹൈഡ്രോപോണിക്സ് എന്താണ്, അക്വാപോണിക്സ് എന്താണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വരണം. അത് ഇന്ന് നിങ്ങൾക്കുള്ള ചെറിയൊരു അസൈൻമെന്റ് ആണ്. ഓക്കെ, ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് കൾട്ടിവേഷൻ ടെക്നിക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഒക്കുപേഷണൽ ഹസാർഡ്സ്. ഇപ്പൊ ചില കണ്ടാമിനൻസ് അത് മൂലം ഉണ്ടാകാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇതും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യത്തത് മെർക്കുറി. മെർക്കുറി അല്ലെങ്കിൽ HG അല്ലെ, മെർക്കുറിയുടെ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകാവുന്ന അസുഖത്തെ വിളിക്കുന്നതാണ് മീന മാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജപ്പാനിലെ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ മെർക്കുറി കണ്ടാമിനേഷൻ മൂലം ഒരു ഫാക്ടറി എന്നുള്ള മെർക്കുറി കണ്ടാമിനേഷൻ ഉണ്ടാവുകയും അതുപോലെ ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തിന്റെ പേര് തന്നെ ആ ഡിസീസിന് വരികയാണ് ചെയ്തത്. മീനാമറ്റ കൺവെൻഷൻ ഒക്കെ ഉണ്ട് മെർക്കുറി കണ്ടാമിനേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് മെർക്കുറിയുടെ ഓവർ യൂസ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ കാരണം ഉണ്ടാകുന്ന അസുഖത്തെയാണ് നമ്മൾ മീനാമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത പെട്രോളിയം. പെട്രോളിയം പ്രോഡക്ട്സിന്റെ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖത്തെയാണ്, അതൊരു കൈൻഡ് ഓഫ് റെസ്പിറേറ്ററി ഇഷ്യൂ ആണ്, യൊക്കൈച്ചി ആസ്മ എന്ന് നമ്മൾ വിളിക്കും.
കാഡ്മിയത്തിന്റെ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? ഇറ്റായി എന്ന് പറയും. നൈട്രേറ്റിന്റെ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബ്ലൂ ബേബി സിൻഡ്രോം. കോൾ ഡസ്റ്റ്, കോളിന്റെ മൂലം ഉണ്ടാക്കാവുന്ന അസുഖത്തിന്റെ പേരാണ് എന്ത്? ന്യൂമോകോനിയോസിസ് എന്ന് പറയും. ആസ്ബസ്റ്റോസ് ഡസ്റ്റ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ഡിസീസ് ആണ്, ലങ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. സിലിക്ക ഡസ്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സിലിക്കോസിസ്. കോട്ടൺ ഡസ്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? പൈസിനോസിസ്. എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകാവുന്ന അസുഖമാണ് എംഫൈസിമ. ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നോക്ക് നീ സിൻഡ്രോം. അപ്പൊ ഇതിൽ ചിലത് ഈസിയാണ്, നമുക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുക. ഇപ്പം ആസ്ബസ്റ്റോസും സിലിക്കൺ ഒക്കെ നമുക്ക് എന്താണ് ഓർക്കാൻ എളുപ്പമാണ്, അതേ പേരിൽ തന്നെയാണ് ആ അസുഖവും അറിയപ്പെടുന്നത്. എന്നാൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കും. ഫ്ലൂറൈഡും കോട്ടൺ ഡസ്റ്റും ഒക്കെ എന്താണ്, അതൊക്കെ മൂലം കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കണ്ടാമിനൻസും അതുപോലെ ഉണ്ടാക്കാവുന്ന ഒക്കുപേഷണൽ ഹസാർഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബേസിക് പ്രാഥമികമായിട്ടുള്ള എക്കോളജി, ബേസിക് എക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാനതാ പറഞ്ഞത് വെരി ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജി NCERT +2 ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കാത്തവർ വീണ്ടും വായിക്കുക. ലാസ്റ്റ് ഒരു 4 ചാപ്റ്റേഴ്സിൽ ഇത്തരത്തിൽ ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അത് വളരെ ഈസി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിന് ശേഷം ഇനി പറയുന്ന ലെജിസ്ലേഷൻസ്. ഇപ്പൊ ലെജിസ്ലേഷൻസിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ലാൻഡിനെ നമ്മൾ ഫ്രാഗ്മെന്റ് ആക്കുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഇത് നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രാഗ്മെന്റ്, ഇതൊരു ഫ്രാഗ്മെന്റ്, ഇതൊരു ഫ്രാഗ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. മൊത്തത്തിലുള്ളതിനെ നമ്മൾ എന്താണ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യും, കേക്കിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അത്തരത്തിൽ ലാൻഡ് ഒക്കെ കട്ട് ചെയ്യപ്പെടുമ്പോൾ റിഫോംസിനൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വയലുകളും ഒക്കെ ഇങ്ങനെ എന്താണ് ആൾക്കാർക്ക് വീതിച്ചൊക്കെ കൊടുക്കുമല്ലേ. അപ്പൊ അങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പീഷീസുകൾ എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും അവര് ആ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകാം. അങ്ങനെ അവർ എന്താണ് ജൈവ വൈവിധ്യത്തിന് നഷ്ടം ഉണ്ടാകാം, ഓർഗാനിസത്തിന് അഫക്റ്റഡ് ആവാം, അവരുടെ ബയോഡൈവേഴ്സിറ്റി അഫക്റ്റഡ് ആവാം, ലോസിലേക്ക് പോകാം. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബേസിക് എക്കോളജി എന്ന് പറഞ്ഞൊരു പോർഷൻ ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ട് മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസിന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യുക. ഓൾറെഡി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ പറഞ്ഞിരുന്നു, ബാക്കിയുള്ള ലെജിസ്ലേഷൻസ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് എവിടുന്ന തുടങ്ങിയത്? നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഡിഫറെന്റ് സ്പീഷീസുകളെ പറ്റി, വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും ആയിട്ടുള്ള സ്പീഷീസുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അല്ലെ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു വെർട്ടിബ്ര ഉള്ള സ്പീഷീസ് ഉണ്ട്, വെർട്ടിബ്ര ഇല്ലാത്ത സ്പീഷീസ്, ബാക്ക്ബോൺ ഇല്ലാത്ത സ്പീഷീസുകളുണ്ട്. അപ്പൊ അതിൽ വെർട്ടിബ്രേറ്റ്സിൽ വരുന്നതാണ് മാമൽസ്, ഫിഷസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ആംഫീബിയൻസ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ വരുന്നതാണ് പോറിഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, നിഡേറിയ, അർത്രോപോഡ, അനലിഡ, എക്കിനോഡെർമാറ്റ, മൊലസ്ക എന്നൊക്കെ പറയുന്നത്. ഇതിൽ അർത്രോപോഡയാണ് പിന്നീട് അരക്നിഡ, ക്രസ്റ്റേഷ്യൻ, ഇൻസെക്ട, മരിയാപോഡ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട, പ്രഥമമായിട്ട് ഒരു ബേസിക് ലെവലിൽ ഈ സ്പീഷീസുകളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള എന്തെങ്കിലും ചോദ്യം വന്നാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആ ലെവലിലുള്ള ഒരു ഐഡിയ മതി. എസ്പെഷ്യലി കോറൽ റീഫ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് കോറൽ റീഫ് എന്ന് പറയുന്നത്. അത് നിഡേറിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആ പ്ലാന്റ് സെല്ല് ലാർജർ ആയിരിക്കും, സെൽ വാൾ ഉണ്ടാവും, സൈഡിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ടാവും, ഒറ്റ വാക്യൂളേ ഉള്ളൂ, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒറ്റ വാക്യൂളേ ഉള്ളൂ. പ്ലാന്റ് സെല്ലാണ് ന്യൂട്രിയൻ സിന്തസിസ് നടത്തുന്നത്. പിന്നെ പ്ലാസ്മോഡെസ്മാറ്റ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒരു സ്പീഷീസിൽ ഒരൊറ്റ ഇൻഡിവിജ്വൽ, ഒറ്റ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുന്ന സ്പീഷീസിനെ നമ്മൾ പറയുന്നതാണ് ഇൻഡിവിജ്വൽ. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് പോപ്പുലേഷൻ ഉണ്ടാവുന്നത്. ഡിഫറെന്റ് സ്പീഷീസിന്റെ പോപ്പുലേഷൻ ചേർന്ന് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ചേരുമ്പോൾ എക്കോസിസ്റ്റം ഉണ്ടാവും.
അങ്ങനെ ഡിഫറെന്റ് എക്കോസിസ്റ്റം ചേരുമ്പോൾ ബയോംസ് ഉണ്ടാവുന്നു. പിന്നെ ഭൂമിയിൽ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോസ്ഫിയർ. അപ്പൊ ഇവയാണ് നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് എക്കോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് നിഷെ എന്താണെന്നുള്ളതാണ്. നിഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസുകൾക്ക് വേണ്ടുന്ന ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ഫാക്ടേഴ്സ്, അവയെ സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ നിഷെ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാണ് കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഒരേ ഹാബിറ്റാറ്റ് അല്ലെ ഒരേ നിഷയ്ക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പീഷീസ് മാത്രമേ സർവൈവ് ചെയ്യൂ. മറ്റേ സ്പീഷീസിന് ആരാണോ ബെറ്റർ അവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഫുൾ യെല്ലോ ബേർഡ്സ് ആണ്. അതിൽ കുറച്ച് റെഡ് ബേർഡ്സ് വരുന്നു. രണ്ടുപേരും ഭക്ഷിക്കുന്നത് സർവൈവ് ചെയ്യുന്ന ഒരേ സ്പീഷീസ് അല്ലെ ഒരേ പ്രേ ബേസ് ആണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ താഴെ യെല്ലോ ബേർഡുകൾക്കെല്ലാം വിട്ടു പോകേണ്ടി വന്നു. റെഡ് സ്പീഷീസ് മാത്രം അവിടെ സർവൈവ് ചെയ്യും. അപ്പൊ അതേപോലെ ഒരേ നിശയ്ക്ക് വേണ്ടി രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകൾ മത്സരിക്കുകയാണെങ്കിൽ ഒരു സ്പീഷീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സർവൈവ് ചെയ്യും. അതാണ് കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ, ഗ്രിഗറി കോസിറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് ഡിഫറെന്റ് എക്കോസിസ്റ്റത്തിന്റെ ഇടയ്ക്കുള്ള ട്രാൻസിഷൻ ഏരിയയാണ് നമ്മൾ എക്കോറ്റോൺ എന്ന് പറയുന്നത്. അവിടെയുള്ള സ്പീഷീസുകളെ വിളിക്കുന്നതാണ് എഡ്ജ് സ്പീഷീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് രണ്ട് ഹാബിറ്റാറ്റ്സിന്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോണിന്റെ കാണപ്പെടുന്ന ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. ബയോട്ടിക് കമ്പോണൻസിനകത്ത് നമ്മൾ പറഞ്ഞത് സ്വയം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്. അവയെ ഭക്ഷിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ ഹെട്രോട്രോപ്സ്. അത് സൈസ് അനുസരിച്ച് മാക്രോയും ഉണ്ട് മൈക്രോയും ഉണ്ടെന്ന് പറഞ്ഞു. ഡിഫറെന്റ് എബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ഇത്തരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സിനനുസരിച്ച് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചേഞ്ചസിനനുസരിച്ച് ഇന്റേണലി നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റെഗുലേഷൻ എന്ന് പറയും. ഉദാഹരണം, സമ്മറിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നു, വിന്ററിൽ നമ്മൾ ഷിവർ ചെയ്യുന്നു. കൺഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെ ചേഞ്ച് ചെയ്യും, എക്സ്റ്റേണൽ ചേഞ്ചസ് വരുന്നു. അതിനെയാണ് കൺഫേം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് മൈഗ്രേഷൻ, സസ്പെൻഷൻ. സ്പീഷീസുകൾ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഇൻഹോസ്പിറ്റബിൾ ആയിട്ടുള്ള കേസസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ആ സ്ഥലം വിട്ടു പോകും, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി സസ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ അഡാപ്റ്റേഷൻ ആണ്. ഡിഫറെന്റ് സ്പീഷീസുകൾ ഈ പറയുന്ന ഡിഫറെന്റ് ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിലാണ് നമ്മൾ അലൻസ് റൂൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കോൾഡർ ക്ലൈമറ്റും ഹോട്ടർ ക്ലൈമറ്റും എടുക്കുകയാണെങ്കിൽ ഒരേ സ്പീഷീസിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കോൾഡർ ക്ലൈമറ്റ് ഉള്ള സ്പീഷീസിന്റെ എന്താണ്, അവരുടെ ലിംസും അല്ലെങ്കിൽ അവരുടെ അപ്പൻഡിക്സിന്റെ ഒക്കെ സൈസ് കുറവായിരിക്കും. കാര്യം ഹീറ്റ് ലോസ് കുറയാൻ വേണ്ടി. കൂടുതൽ ഏരിയ വരുമ്പോൾ കൂടുതൽ ഹീറ്റ് ലോസ് ഉണ്ടാവും. ഇതാണ് അലൻസ് റൂൾ എന്നറിയപ്പെടുന്നത്. ജോസഫ് അലൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണ്. ഡിഫറെന്റ് സ്പീഷീസ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും. രണ്ടുപേരും ഒരേപോലെ സഹകരിച്ച് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മ്യൂച്വലിസം എന്ന് പറയും. രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും നെഗറ്റീവ്ലി എഫക്റ്റീവ് ആണെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയും. രണ്ടുപേരും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, ഒരാളെ നെഗറ്റീവ്ലി എഫക്റ്റീവ് ആണെങ്കിൽ അതിനെ പ്രഡേഷൻ എന്ന് പറയും. രണ്ടുപേര് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അഗെയിൻ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, ഒരാളെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നു, അതിനെ പാരസിറ്റിസം എന്ന് പറയും. പ്രഡേഷനും പാരസൈറ്റിസം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. പ്രഡേഷനിൽ ഒരാൾ മറ്റൊരാളെ വകവരുത്തുന്നു, അങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഇനി കമൻസലിസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകുന്നു, മറ്റൊരാളെ യാതൊരു രീതിയിലും അഫക്ട് ചെയ്യുന്നു. അമെൻസലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാളെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നു, മറ്റൊരാൾക്ക് യാതൊരു ഇമ്പാക്റ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബയോംസ്. അതിനുശേഷം നമ്മൾ വന്നത് ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണ്. ട്രോഫിക് ഈ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ന്യൂട്രിയൻസിന്റെയും എനർജിയുടെയും ഫ്ലോ ഒരു എക്കോസിസ്റ്റത്തിൽ എങ്ങനെ നടക്കുന്നു അതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയാം. അപ്പൊ ഇതിൽ ഓരോ സ്പീഷീസിന്റെ പൊസിഷനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഫുഡ് ചെയിൻസ് ചേരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ എക്കോളജിക്കൽ പിരമിഡ് ആണ്. ഇപ്പൊ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ് ഡിഫറെന്റ് എക്കോസിസ്റ്റത്തിൽ ഓർഗാനിസംസ് എങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് എക്കോസിസ്റ്റം എടുക്കുമ്പോൾ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, പോണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്കോസിസ്റ്റം എടുക്കുമ്പോൾ നമ്പേഴ്സ് കൂടിയും വരാം, നമ്പർ കുറഞ്ഞും വരാം. ബയോമാസ് എടുത്തു കഴിഞ്ഞാൽ ബയോമാസ് കൂടിയും വരാം, ബയോമാസ് കുറഞ്ഞും വരാം. എന്നാൽ എനർജി എടുക്കുമ്പോൾ എന്തായിരിക്കും, എനർജി എപ്പോഴും ഒരൊറ്റ ഡയറക്ഷനിലേ വരത്തുള്ളൂ, എനർജി കുറഞ്ഞു കുറഞ്ഞു മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ അപ്രൈറ്റ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള പിരമിഡ് കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് ആയിട്ടും ഇൻവേർട്ടഡ് ആയിട്ടും ഉള്ള പിരമിഡ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ബയോ അക്കുമുലേഷൻ, എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻ.
ഒരു ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ഒരു ഫുഡ് ചെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ സ്പീഷീസിലേക്ക് അതിന്റെ അളവ് എൻ്റർ ചെയ്യുമ്പോഴാണ് ബയോ അക്കുമുലേഷൻ എന്ന് പറയാം. അത് പിന്നീട് ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുഡ് വെബിൽ എൻ്റർ ചെയ്ത് ഓരോരോ സ്പീഷീസിലേക്കും സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ എക്കോളജിക്കൽ സക്സഷൻ, അതായത് കാലക്രമത്തിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നും പ്ലാന്റ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സീക്വൻസിൽ വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ സെറെ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ലാത്തടത്ത് നിന്ന് പയനിയർ സ്പീഷീസ്, പിന്നെ ഇന്റർമീഡിയറ്റ്, പിന്നെ അങ്ങനെ ക്ലൈമറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് യൂട്രോഫിക്കേഷൻ. ഇത്തരത്തിൽ റൺ ഓഫും ഒക്കെ അല്ലാതെ ഫാക്ടറീസിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെയുള്ള ന്യൂട്രിയൻസ് ജലാശയത്തിൽ വന്ന് അടിയുകയും അവിടെ ഉണ്ടാകാവുന്ന ന്യൂട്രിയനിലെ ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് യൂട്രോഫിക്കേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്. അപ്പം ഡിഫറെന്റ് ന്യൂട്രിയൻസ് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു അതിനെയാണ് നമ്മൾ ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ ഈ ന്യൂട്രിയന്റിന്റെ അളവിനെ വിളിക്കുന്നതാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ന്യൂട്രിയൻ സൈക്ലിംഗ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഗേഷ്യസ് സൈക്കിളിനകത്ത് നൈട്രജനും കാർബണും, സെഡിമെന്ററി സൈക്കിളിന് സൾഫറും ഫോസ്ഫറസ്. ഇനി നൈട്രജൻ എടുക്കുമ്പോൾ നൈട്രജൻ പ്രധാനമായിട്ട് 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. നൈട്രജൻ ഫിക്സേഷൻ, അത് ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, മൈക്രോബ്സിന്റെ സഹായത്തോടു കൂടി നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന നൈട്രജൻ ഫിക്സേഴ്സിന്റെ പേരാണ് അസറ്റോബാക്ടറും റൈസോബിയം. ഇനി ഓർഗാനിക് നൈട്രജൻ പിന്നെ എന്തിനു സംഭവിക്കും, അമോണിയ ആയിട്ട് കൺവേർട്ട് ആവും. അതിനെയാണ് നമ്മൾ അമോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കൺവേർട്ട് ആവുന്ന അമോണിയക്ക് പിന്നെ എന്ത് സംഭവിക്കും, അത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആയിട്ട് മാറും. ആദ്യം നൈട്രേറ്റും പിന്നെ നൈട്രേറ്റും. നൈട്രൈറ്റ് ആക്കുന്നത് നൈട്രോസോബോണ, നൈട്രേറ്റ് ആക്കുന്നത് നൈട്രോബാക്ടർ. ഇങ്ങനെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആയിട്ട് ഇരിക്കുന്നത് എന്ത് ചെയ്യും, പിന്നെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് നൈട്രജനായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിന് കാരണമാവുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് സ്യൂഡോമോണാസും തിയോബാസിലസും. ഇങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. മൈക്രോബിയൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. പിന്നെ നമ്മൾ പറയുന്നത് കാർബൺ സൈക്കിൾ ആണ്. അപ്പൊ കാർബൺ സൈക്കിൾ പ്രധാനമായിട്ടും ആദ്യം ഫോട്ടോസിന്തസിലൂടെ ഗ്രീൻ പ്ലാന്റ്സിലേക്ക് എത്തും. പ്ലാന്റ്സ് അത് മാത്രമല്ല വെള്ളത്തിലും കാർബണേറ്റ്സ് ആയിട്ട് അടിഞ്ഞു നിൽക്കും. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിലേക്ക് എത്തുന്നു. പ്ലാന്റ്സ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കോൾ ആകുന്നു. ആനിമൽസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് ആവുന്നു, അല്ലെങ്കിൽ ഇൻഓർഗാനിക് കാർബണേറ്റ്സ് ആവുന്നു. എന്നിട്ട് ഈ ഇത്തരത്തിൽ ഡീകമ്പോസിഷൻ മാത്രമല്ല, പ്ലാന്റ്സ് ആനിമൽസ് റെസ്പയർ ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വരും. അപ്പൊ ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് സംഭവിക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബണിന്റെ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം അന്തരീക്ഷത്തിൽ കാർബൺ വരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫോസ്ഫറസ് സൈക്കിൾ ആണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോക്സിൽ നിന്നാണ് ഫോസ്ഫറസ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് ഫോസ്ഫറസിന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ റോക്സിൽ നിന്നും സാൾട്ട് സോയിൽ സൊല്യൂഷനിലേക്ക് വരുന്നു. അത് പ്രൊഡ്യൂസേഴ്സ് അല്ലെ ഗ്രീൻ പ്ലാന്റ്സിലേക്ക് എത്തുന്നു. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിലേക്ക് എത്തുന്നു. ആനിമൽസും പ്ലാന്റ്സും എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്ത് ഡെട്രിറ്റസ് ഓർഗാനിസംസിന്റെ ഡീകമ്പോസിഷൻ നടന്നതിന് ശേഷം ഇത് അഗൈൻ വീണ്ടും സോയിലിലേക്ക് തന്നെ വരുന്നു, അല്ലെ റോക്ക് ഫോർമേഷനിലേക്ക് തന്നെ പോകും. അപ്പൊ ഇങ്ങനെ ഫോസ്ഫറസിന് സംഭവിക്കുന്ന ഡിഫറെന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഫോസ്ഫറസ് സൈക്കിളിൽ കണ്ടത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സൾഫർ സൈക്കിൾ. ഇപ്പൊ സൾഫറും ഓർഗാനിക് ഇനോർഗാനിക് കോമ്പൗണ്ടുകളിലൊക്കെ കാണാം. ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും സൾഫർ അന്തരീക്ഷത്തിൽ വരാറുണ്ട്. ഇപ്പൊ ന്യൂക്ലിയർ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്നൊക്കെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സൾഫർ കോമ്പൗണ്ട്സ് ആയിട്ട് നിൽക്കും. അത് മഴ പെയ്യുമ്പോൾ വെള്ളമായിട്ട് ചേർന്ന് സൾഫ്യൂരിക് ഒക്കെ ആസിഡ് ആയിട്ട് ഭൂമിയിലേക്ക് വരും. പ്ലാന്റ്സിലൂടെയും ആനിമൽസിലൂടെയും കടന്നുപോയിട്ട് അഗൈൻ സോയിൽ ഡിപ്പോസിറ്റിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സൾഫർ സൈക്കിൾ സംഭവിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന്. അപ്പം ഭൂമിയിൽ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ എത്ര തരം വൈവിധ്യങ്ങളാണ്, അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ജനറ്റിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓരോ ഒരു പർട്ടിക്കുലർ റീജിയണില് സ്പീഷീസുകൾക്ക് എത്ര വ്യത്യാസം ഉണ്ടാകുന്നു അതിനെ നമ്മൾ എന്ത് വിളിക്കും, സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്കോസിസ്റ്റം എടുക്കുമ്പോഴും ഡിഫറെന്റ് എക്കോസിസ്റ്റത്തില് അല്ലെങ്കിൽ ഒരു റീജിയൻ എടുക്കുമ്പോൾ അവിടെയുള്ള എക്കോസിസ്റ്റത്തിലെ വ്യത്യാസം, അതിനാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സ് എടുക്കുകയാണെന്ന് വെച്ചു എക്സാമ്പിൾ, അവിടെ തന്നെ നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കാണാം, അക്വാട്ടിക് എക്കോസിസ്റ്റം കാണാം. അതിനെ നമ്മൾ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ലോസിന് എന്തൊക്കെയാണ് കാരണങ്ങൾ. അവിടെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും പറഞ്ഞു. പിന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസുകൾ ഇൻവേഷൻ നടത്തുമ്പോൾ, പിന്നെ നമ്മൾ പറഞ്ഞ ടൈമാണ് കോ എക്സ്റ്റിങ്ഷൻ. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് എക്സ്റ്റിൻഡ് ആകുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റ് സ്പീഷീസുകൾക്കും എക്സ്റ്റിങ്ഷൻ സംഭവിക്കും.
പിന്നെ നമ്മൾ പറഞ്ഞത് ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ എന്തൊക്കെയാണ് എഫക്റ്റ്. പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ പോപ്പുലേഷൻ കുറയാം, എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാകാം, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാം, പിന്നെ എക്കോസിസ്റ്റം പ്രോസസ്സുകളിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം. ഇനി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ടേംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ അത് കാണപ്പെടുന്ന നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണം നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. എക്സിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ ആ സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റിൽ കൊണ്ടുപോയി പ്രത്യേകം അതിനെ സംരക്ഷിക്കും. അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്കും ബോട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. സിൽവി കൾച്ചർ എന്ന് പറയുന്ന ഫോറസ്റ്റ് ട്രീസിൻ്റെത്, സെറി കൾച്ചർ എന്ന് പറയുന്നത് സിൽക്ക് വേംസിന്റെ, എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ഹണി ബീയുടെ, ഒലേറി കൾച്ചർ എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, വിറ്റി കൾച്ചർ എന്ന് പറയുന്നത് ഗ്രേപ്സ്, ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അർബോറി കൾച്ചർ എന്ന് പറയുന്നത് വുഡി പ്ലാന്റ്സ്, എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും ഉണ്ട്. അതിൽ എയറോപോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ എയറിൽ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് വെള്ളത്തില്, അക്വാപോണിക്സ് എന്ന് പറയുമ്പോൾ ഫിഷസിനെയും പ്ലാന്റ്സിനെയും നമ്മൾ ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ഒക്കുപേഷണൽ ഹസാർഡ്സ് ആണ്. മെർക്കുറിയുടെ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് വീനാമെറ്റ്. പെട്രോളിയം കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്നത് ലൊക്കേച്ചിയാസ്മ. കാഡ്മിയം മൂലം ഉണ്ടാകുന്നത് ഇത്തൈ. നൈട്രേറ്റിന്റെ കണ്ടാമിനേഷൻ മൂലം ബ്ലൂ ബേബി സിൻഡ്രം. കോൾ ഡസ്റ്റിന്റെ കണ്ടാമിനേഷൻ മൂലം ന്യൂമോകോനിയോസിസ്. ആസ്ബസ്റ്റോസ് ഡസ്റ്റ് മൂലം ആസ്ബസ്റ്റോസിസ്. സിലിക്ക മൂലം സിലിക്കോസിസ്. കോട്ടൺ ഡസ്റ്റ് മൂലം ബൈസിനോസിസ്. എയർ പൊല്യൂഷൻ മൂലം എംഫൈസിമ. ഫ്ലൂറൈഡ് മൂലം നോക്നി സിൻഡ്രം. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കണ്ടാമിനൻസും ഇവ മൂലം ഉണ്ടാക്കാവുന്ന അസുഖങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രാഥമികമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആണ് ബേസിക് ആയിട്ട് എക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഇപ്പൊ തീരെ ബയോളജി പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സമയം എടുത്ത് സ്പീഷീസുകളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഡെപ്തിൽ വേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മതി. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ? ആണോ വരണേ? അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ എൻവയോൺമെന്റ് എക്കോളജിയായിട്ട് ബന്ധപ്പെട്ട്? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അരുൺ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമുക്ക് ബാക്കി എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ. ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഓർഗാനിസംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നമ്മൾ NCERT പുസ്തകം നിങ്ങൾ വായിക്കുക. ബയോളജിയുടെ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ് വായിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റി വരും. നമ്മൾ അങ്ങോട്ട് ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ. ശരി, അപ്പൊ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.